ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ FM, ജിയോ 7 അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടേക്ക് നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ പേജുകൾ കൂടെ ഫോളോ ചെയ്യുക. അവിടേക്ക് ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള കോണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാറുള്ളതാണ്. യൂട്യൂബിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾ കണ്ടിന്യൂസ്ലി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നെ രേഖപ്പെടുത്തുക. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഗോളിലേക്ക് പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും എന്താ പറയുന്നത്, കമൻറ്റും ലൈക്കും ഒക്കെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ദുഷ്ടശക്തികളുടെ കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളിൽ നിന്നും വീഡിയോ ബ്ലോക്ക് ആവുന്നതിൽ നിന്നുമൊക്കെ മനസ്സ് മടുക്കുമ്പോൾ തിരികെ വീണ്ടും എപ്പിസോഡുകൾ ചെയ്യാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ പിന്തുണയാണ്. ഞങ്ങളുടെ സ്പോട്ടിഫൈ പേജും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ. കാര്യം ഇവിടെ ചില സമയങ്ങളിൽ ചില ക്ലാസിക്സ് എപ്പിസോഡുകളൊക്കെ നമുക്ക് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ആവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ സ്പോട്ടിഫൈയിൽ ഇപ്പോൾ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ എപ്പിസോഡുകളൊക്കെ അവിടെ ഞങ്ങൾ ഇടുന്നതായിരിക്കും. റീസെൻ്റ്ലി നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, വ്യൂഹം എന്ന് പറഞ്ഞ ഒരു എപ്പിസോഡ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വ്യത്യസ്തനാമൊരു ബർബറാം ബാലൻ്റെ ബാലൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവൻ കഥ എഴുതിയ ബാലൻ. ഇപ്പോൾ ഞാൻ വെൽക്കം ചെയ്യുന്നു നമ്മുടെ ചാനലിലെ ബാലന്മാരായ മിസ് യുഡിസി കുമാരി ആൻഡ് മിസ്റ്റർ ചക്രപാണി. വെൽക്കം ടു ദ ഷോ. ഹായ്. ഇതൊരു സ്പോയിലർ ഫിൽഡ് എപ്പിസോഡാണ്, പറഞ്ഞില്ല എന്ന് വേണ്ട. ബാലൻ ഒരു ജനറൽ ന്യൂട്രൽ മലയാളം വേർഡാണോ? അത് ബാലൻ അല്ല, ഒരു എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് സാധനം? ബാലിക. ബാലിയോ? ഓ, ബാലിക. സ്പോയിലർ ഫിൽഡ് എപ്പിസോഡാണെന്ന് പറഞ്ഞല്ലോ. കാര്യം അതിപ്പം അതൊരു പ്രത്യേകത, അത് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല സിനിമയുടെ പ്രൊഡ്യൂസർമാരും റിവ്യൂവിൽ ഞങ്ങളുടെ സിനിമയുടെ കഥ മുഴുവൻ ഇവർ വ്യക്തമാക്കുന്നു, വെളിവാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല പോപ്പുലർ ചാനലുകൾക്കെതിരെയും പറയാറുണ്ട്. നമ്മൾ പോപ്പുലർ അല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാറില്ലാത്തതുകൊണ്ടും നമ്മൾ ഇങ്ങനെ തടിതെറ്റി പോകുന്നതാണ്. പിന്നെ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും പടം ഇറങ്ങി ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും, ഒരാഴ്ച 2 ആഴ്ച OTT ഒക്കെ വരുമ്പോഴത്തേക്കൊക്കെ ആയിരിക്കും പലപ്പോഴും വരുന്നത്. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും പറയുകയാണ്, ഇതിലും അങ്ങും സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. നിങ്ങളിൽ ബാലൻ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അങ്ങനെ കാണാനുള്ളതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് ആദ്യം ബാലൻ എക്സ്പീരിയൻസ് പറയുന്നത്? ഞാനാണ്. നമ്മുടെ ചാനലിൽ ആദ്യം ബാലൻ കണ്ടത് ചക്രപാണി ആയിരുന്നല്ലോ. അപ്പൊ ചക്രപാണി കണ്ടിട്ട് ചക്രപാണി മൈൻഡ് ബ്ലോൺ ആയിരുന്നു. ഒരു എക്സ്ട്രാ ഓർഡിനറി പറഞ്ഞത്. അപ്പൊ അത് എന്താണെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, അതിന്റെ ഒരു ഡീറ്റെയിൽ. ഞാനാണ് ഏറ്റവും അവസാനം കണ്ടത്, ഞാൻ ഇന്നലെയാണ് കണ്ടത്. അപ്പം നമുക്ക് ആ ഓർഡറിൽ തന്നെ പോവാം. അത് കുമാരിയുടെ ഒരു ബ്രില്യൻസ് ആയിരുന്നു. നീ കണ്ടുപിടിച്ചു കൊച്ചുകളെ. പറയൂ മിസ്റ്റർ ചക്രപാണി. ഹലോ, സോറി. ബേസിക്കലി ഞാൻ ഇന്ന് നമ്മൾ ലാപ്ടോപ്പിൽ കൂടെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കുമായിരുന്നു. ഞാനാണ് ഫസ്റ്റ് കണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ സോ ഇറ്റ് ഫസ്റ്റ്. ആൻഡ് നമ്മുടെ ഈ കാസ്റ്റിൽ ആക്ച്വലി ഞാൻ ഇത് പടം അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് എനിക്കറിയായിരുന്നു, ആ പോസ്റ്റർ കണ്ടപ്പോൾ തൊട്ടേ എനിക്കറിയായിരുന്നു ആ പോസ്റ്ററിൻ്റെ അകത്തുള്ള പോലെ ഒന്നും ആയിരിക്കത്തില്ല. It's gonna be something very different. And especially, it was so nice to see that, Jittu Madhavan is writing the story and Chidambaram is directing the movie. അപ്പം എനിക്കതിന് മുന്നത്തെ പുള്ളിയുടെ 2 പടവും ആക്ച്വലി ഇറ്റ് വർക്ക് ഫോർ മീ, ജനിമൻ ആൻഡ് മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ ബോയ്സ് ഞാൻ തിയേറ്ററിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. സോ അതെനിക്കൊരു റിഗ്രറ്റ് തന്നെയാണ്. കാരണം it's a fantastic movie. There is no doubt about it. There's no two ways about it. അപ്പം ബാലനെ പറ്റിയിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു തമിഴ് ചാനലിൽ ഗായ് വാസ് വെരി എക്സൈറ്റഡ്. ബേസിക്കലി ഫുള്ളി ഫിൽമി എന്ന് പറഞ്ഞ ചാനലിൻ്റെ അകത്ത് റോണക്കിൻ്റെ ഒരു എപ്പിസോഡിൻ്റെ അകത്ത് പുള്ളി പറയുന്നുണ്ട് ദാറ്റ് ഹീ ഈസ് സോ എക്സൈറ്റഡ് ടു സീ ദ മൂവി ബിക്കോസ് ദ മൂവി ഈസ് ഹൈഡിങ് സംതിങ്.
പിന്നെ ഇതിൻ്റെ എല്ലാം മുകളിൽ നമ്മുടെ RGV I think is the first person to see the teaser, and he was എന്താണ് പുള്ളി ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു ഇതിനെപ്പറ്റി. ആൻഡ് ഞാനും ഇതിൻ്റെ ടീസർ കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു എങ്ങനെ അറ്റ് എനി കോസ്റ്റ് ഐ എം ഗോയിങ് ടു സീ ദിസ് എന്നുള്ളത്. ആൻഡ് I felt that it would be really എന്താ പറയുക ഡിസ്റ്റർബിങ് എന്ന് തോന്നി. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഡിസ്റ്റർബിങ്ങിനേക്കാൾ കൂടുതൽ ഫോർ മീ ഇറ്റ് വാസ് ക്വൈറ്റ് ഹെവി. നമ്മുടെ യു ഫീൽ യുവർ ഹാർട്ട് ലൈക്ക് ഒരു കല്ലെടുത്ത് വെച്ച പോലെ നമുക്ക് തോന്നും. നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലെ ഒരു ഭാരം ഫീൽ ചെയ്യും. എനിക്കെന്തോ പഴയ എന്തൊക്കെയോ ഓർമ്മ ഇവരുടെ ജേർണി കാണുമ്പോഴും ഇവർ എങ്ങോട്ടേലും പോകാമെന്നൊക്കെ പറയുമ്പോഴാണ് ഇപ്പോൾ മൂവി തുടങ്ങി അപ്പം തന്നെ ഐ ഗോട്ട് ഹുക്ഡ്. ലൈക്ക് ഒരു നമ്മൾക്ക് ബോറടിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ക്രീനിലോട്ട് നോക്കുവോ അല്ലെങ്കിൽ ഫോണിലോട്ട് നോക്കുവോ അങ്ങനെ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തില്ല. I was hooked from the moment the movie started. ആ ജയിൽ സീക്വൻസ് തൊട്ട് തന്നെ they had some mystery. ലൈക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട. എനിക്ക് ഈ പഴയ പത്മരാജൻ്റെ ദേശാടന കിളികൾ കരയാറില്ലെന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഷാരി എവിടേക്കോ ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് ഈ ക്യാരക്ടർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഒരു ഡിറ്റാച്ച്മെന്റ്, അതായത് ഒരു ആരെയും ട്രസ്റ്റ് ചെയ്യണ്ട, നമുക്ക് നമ്മൾ മതിയെന്നുള്ള ഒരു തോട്ടുണ്ടല്ലോ. സോ സ്റ്റോറി വൈസ് ഐ തിങ്ക് ഇറ്റ്സ് മോർ ഓഫ് ജോൺ പോൾ, ഒരു പത്മരാജൻ, ഒരു KG ജോർജ് കൈൻഡ് ഓഫ് സ്പേസിലിരിക്കുന്നത്. സോ ആൻഡ് പിന്നെ ഷൈജു ഖാലിദ് ക്യാമറ ഒബ്വിയസ്ലി അത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ സിനിമാറ്റോഗ്രാഫർ, കന്നഡയിൽ വർക്ക് ചെയ്യുക. എനിക്കൊന്ന് തമിഴിൽ ഒരു സിനിമ ചെയ്തു. അപ്പോൾ അവൻ എപ്പോഴും പറയും ഷൈജു ഖാലിദിനെ മൂടപ്പൻ എന്നാണ് വിളിക്കുന്നത്. ഭയങ്കര മൂഡ് ക്രിയേറ്റ് ചെയ്യും പുള്ളി. നമുക്ക് ആ ഒരു ആംബിയൻസും എല്ലാം ഫീൽ ചെയ്യും. ഇപ്പം ഷൈജു ഖാലിദിൻ്റെ പഴയ ഈ ആഷിഖ് കപൂറിൻ്റെ കൊളാബറേഷനിലുള്ള സിനിമകൾ നോക്കിയാലും പ്ലസ് ഇപ്പം നമ്മൾ മെയിനായിട്ട് പറഞ്ഞ കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ അകത്ത് എന്താ പറയുന്നത്, അതിനൊരു പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നൊരു ആംബിയൻസ് ഉണ്ട്. ആൻഡ് എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു പോയിന്റ് പറയാം. ഷൈജു ഖാലിദിൻ്റെ ക്യാമറ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പുള്ളി ചെയ്ത ഷോർട്ട് ഫിലിം ഉണ്ട് 5 സുന്ദരികളിനകത്ത്. അതിൻ്റെ അകത്ത് സേതുലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമുണ്ട്, ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുക. ആ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കരമായിട്ട് ഈ സിനിമ ത്രൂ ഔട്ട് ഫീൽ ചെയ്തു. ലൈക്ക് ദ വിഷ്വൽ വൈസ് ഐ മീൻ ഹി അപ്ഗ്രേഡഡ് ഓവർ ദ ടൈം. പക്ഷെ ഇതിനകത്ത് കളർ പാലറ്റ്സ് എല്ലാം ഭയങ്കര രസമാണ്. ആ വയനാടാണെന്ന് നമുക്ക് അറിയാം കാണുമ്പോൾ, കാരണം അത്രയും വലിയ മരങ്ങൾ നിൽക്കുന്നു, അതിൻ്റെ അകത്തൂടെ അവർ നടന്നു പോകുമ്പോൾ ഉള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിക് ഫീലും എല്ലാം ഇറ്റ് വാസ് ആക്ച്വലി വെരി നൈസ്. പിന്നെ ഒബ്വിയസ്ലി ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് സുഷിൻ ഷ്യം. പുള്ളി ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് ഓൾസോ he pushed himself, which is actually quite impressive. പുള്ളി സെലക്ട് ചെയ്ത് സമയം എടുത്ത സിനിമ ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. സോ ചിദംബരത്തിൻ്റെ കൂടെ വരുമ്പം he does something extra also. That's what I felt. മഞ്ഞുമൽ ബോയ്സിൻ്റെ അകത്ത് എനിക്ക് തായ്മനം എന്ന് പറഞ്ഞ പാട്ടുണ്ട്. ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ്സ് വൺ ഓഫ് ഹിസ് ബെസ്റ്റ്. പിന്നെ അതിൻ്റെ നെബുലകൾ എന്ന് പറഞ്ഞ പാട്ടാണെങ്കിലും ഇറ്റ്സ് സോ ഡിഫറെൻറ്റ്. ഇറ്റ്സ് സംതിങ് എൽസ്. അതിൻ്റെ ഒരു ഇതിനകത്ത് ആ മറ്റേ താക്കോൽ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ റൈം, ഇറ്റ്സ് ലൈക്ക് എ നഴ്സറി റൈം, ബട്ട് ഇറ്റ്സ് ഗോട്ട് എ വെരി ഈറി വൈബ് ടു ഇറ്റ്. അതിനകത്ത് സൗണ്ട് എഫക്ട്സ് ഒക്കെ, ആ പാട്ടിന് ഭയങ്കര ഒരു ഈറിനെസ്സാണ്. ഇറ്റ്സ് എ വെരി മിസ്റ്റീരിയസ്, വെരി ഇറ്റ്സ് നോട്ട് ലൈക്ക് എ യൂഷ്വൽ റൈം. പിന്നെ obviously performance wise I didn't think anyone, that's a bad choice of casting. Personally that's what I felt. And ഗണപതി അല്ലേ കാസ്റ്റിംഗ് ചെയ്തത്, ചിദംബരത്തിന്റെ അനിയൻ. Yeah, that's what I felt about it. I was mind blown. Like this is a cinema that I would suggest to any non-Indian person. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ സുഷിൻ ശ്യാമിന്റെ ഒരു ചെറിയൊരു ഇത് ഞാനിങ്ങനെ ഒരു ക്ലിപ്പ് പോലെ ഇങ്ങനെ കണ്ടായിരുന്നു. അതായത് എന്തുവായിരുന്നു, അമ്മക്കിളിക്കൂട് പോലത്തെ മ്യൂസിക്
ആണെങ്കിൽ പക്ഷെ ആ ഒരു ഫീല് വരരുത്. അപ്പം അതുകൊണ്ട് പുള്ളി സ്പെഷ്യലായിട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടായിരുന്നു, വർക്ക് ചെയ്തായിരുന്നു മ്യൂസിക്കിന്ന് എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ശരിയാണ്. എൻ്റെ എക്സ്പീരിയൻസിലോട്ട് വരികയാണെങ്കിൽ ഞാനാണ് രണ്ടാമത് ബാലൻ കാണുന്നത് ഒബിയസ്ലി. അപ്പം തിയേറ്ററിൽ പോയാണ് ബാലൻ കണ്ടത്. അപ്പം ഇത്തവണ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവും, അല്ലെങ്കിൽ നമ്മുടെ ജെയിംസ് ബോണ്ട് ഉണ്ടാവും പടം കാണാനായിട്ട്. ഇത്തവണ അവനും കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ പുള്ളി നാട്ടിൽ പോവാണ്. അപ്പം നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ പോയി ബാലൻ കാണാം എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. ഇവനീ പുള്ളിക്ക് പറ്റുന്ന അത് എക്സാക്ട് ടേം എനിക്ക് ഉപയോഗിക്കാൻ ഇവിടെ സാധ്യമല്ല. ബട്ട് പുള്ളിക്ക് ചില ഗ്രാമീണമായിട്ടുള്ള ചില പടങ്ങളൊക്കെ പുള്ളിക്ക് പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇവനെന്താ പറ്റുക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്കൊട്ടും അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട്. അപ്പോൾ ഇത്തരം ഗ്രാമീണ പടങ്ങൾ ഒക്കെ നാച്ചുറൽ പടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആണെന്നുള്ള രീതിയിൽ, അപ്പം അവൻ അങ്ങനെ അത് കാണത്തില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ അല്ല, പടത്തിന്റെ പക്ഷെ കാര്യം പറഞ്ഞു. ഗ്രാമീണ പടങ്ങൾ മാത്രല്ലല്ലോ അവന് ഇഷ്ടപ്പെടാത്തത്. AR കണ്ടിട്ട് ഉറങ്ങിപ്പോയതല്ലേ, അപ്പൊ അതൊരു അതാ ഗ്രാമീണ പറഞ്ഞേ. പടമല്ല. അല്ല, പക്ഷേ അവന്റെ ടെർമിനോളജിയിൽ ആ ആ ഒരു ഇത് ആ വരും, ആ ആ മനസ്സിലായി അർത്ഥത്തിൽ മനസ്സിലായി. വരും. പൈതവേ AR എനിക്കും പേഴ്സണലി വർക്കാവാത്ത പടമാണ്. എനിക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ, എനിക്കത് വർക്കായി. എനിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു, എനിക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം അപ്പം എന്താണേലും അപ്പം അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഇതിന് പോകുന്ന കാര്യം. പകരം ഞാൻ മറ്റൊരാളുമായിട്ടാണ് പടത്തിന് പോയത്. ആള് ഒരു കനേഡിയനാണ്. അപ്പം പുള്ളിക്കാരിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. സോറി, ഇംഗ്ലീഷ് അറിയാവൂ, മലയാളം അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, നമുക്കൊരു ഇന്ത്യൻ പടം കാണാൻ പോയാലോ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും അവിടെ സബ് ടൈറ്റിൽ കാണുമോ എന്നുള്ള ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കാര്യം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയില്ല, ഇവിടെ ഒരു 10, 15, 20 പടത്തിന് മുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കണം ഞാൻ തിയേറ്ററിൽ പോയിട്ട്. ഇത് ശരിക്കും യു ക്യാൻ കോൾ ഇറ്റ് an Indian film more than a മലയാളം ഫിലിം. ഐ ഫീൽ ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ലേ. അല്ല, പക്ഷെ ഇന്ത്യൻ ആണേലും ഭാഷ അറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു അല്ല, അത് എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്, എനിക്കത് വ്യക്തമാക്കുക. ഇനി വ്യക്തമായില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യൻ ഫിലിമാണ്, ഈ മലയാളം ഫിലിം അല്ല എന്ന് പറയാനുള്ള കാരണം? കാരണം അതിൻ്റെ അകത്ത് ഒരു കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനേക്കാളൊക്കെ ഒരു കൾച്ചറൽ സംഭവമൊന്നുമല്ല. അതായത് ഒരു യൂണിവേഴ്സൽ കഥയാണ്. ഇറ്റ് കുഡ് ഹാപ്പൻ എനിവെയർ, എനി കോൺ ഓഫ് ദ വേൾഡ് ഇറ്റ് കുഡ് ഹാപ്പൻ. അതിനെ അങ്ങനെ കാണിച്ചത്. ഇപ്പോൾ ഇതൊരു ഇംഗ്ലീഷിലോട്ട് നമ്മൾ റീമേക്ക് ചെയ്തായിട്ട് നമുക്ക് അത്ഭുതമൊന്നും തോന്നത്തില്ല. കാരണം ഇറ്റ്സ് എ വെരി യൂണിവേഴ്സൽ തിങ്, റൈറ്റ്? ഇപ്പോൾ ദൃശ്യമാണെങ്കിലും ദൃശ്യം 1, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് 2 or 3, 1 ആണെങ്കിൽ അത് ഇറ്റ്സ് എ വെരി യൂണിവേഴ്സൽ സെറ്റ്, എന്താ പറയുന്ന ഒരു ഔട്ട്ലൈൻ ഉണ്ട് അതിൻ്റെ അകത്ത്. അതാണല്ലോ കൊറിയയിലോട്ട് അവര് റീമേക്ക് ചെയ്തു. അത് അജയ് ദേവ്ഗണിന്റെ ദൃശ്യമല്ല, നമ്മുടെ ദൃശ്യം. നമ്മുടെ ദൃശ്യത്തിൽ നിന്നാണല്ലോ എല്ലാം വന്നത്. തീർച്ചയായും. ഇപ്പൊ കൈദി റീമേക്ക് ചെയ്തിട്ട് ഭയങ്കര കിടിലമാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്തോനേഷ്യൻ. അത് കണ്ടിട്ടില്ല ഞാൻ. അജയ് ദേവ്ഗണിന്റെ കൈദിയുടെ ചെറിയ കുറച്ച് ഗ്ലിംസസ് കണ്ടതേ ഉള്ളൂ. എന്തായിരുന്നു, ബോലയോ? അത് കുറച്ച് വാവായിരുന്നു. ഓടാ എന്നാണ് എനിക്ക് പറയാൻ തോന്നി. ബോല എന്നല്ല വിളിക്കുന്നത്. അത് മറ്റേ എന്താണ്, മറ്റേ അതിന്റെ മറ്റേ അക്ഷയ് കുമാറിന്റെ എന്നായിരുന്നടാ നീ എനിക്ക് കഴിഞ്ഞ ദിവസം അയച്ച റീല്, മറ്റേ ലക്ഷ്മി ബോംബ്. ലക്ഷ്മി ബോംബ്. അത് കണ്ടപ്പോ എനിക്ക് അജയ് ദേവ്ഗണൊക്കെ എത്ര ഭേദം എന്നെനിക്ക്. അത് നീ പുള്ളിയുടെ കേപ്പബിലിറ്റീസ് അറിയാത്തോണ്ടാണ്. പുള്ളി പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്, എനിക്ക് അറിയാത്തോണ്ടാണ്. ഫൂഫു കർത്താ ഹേ അല്ലേ? ഫൂഫു കർത്താ ഹേ അക്ഷയ് കുമാർ അല്ലേ? ഇത് അജയ് ദേവ്ഗൺ. അതെ, അജയ് ദേവ്ഗണിന്റെ കാര്യം. ഓക്കെ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മീം കണ്ട, ഒരു ജോക്ക് എന്ന് പറഞ്ഞ ഒരു മീം. അതായത് ഒരു പെണ്ണിന്റെ മുഖം കാണിച്ചിട്ട് അത് എന്തോ ഇങ്ങനെ ചുമല കളറിൽ എന്തോ സാധനം തെറിച്ചിങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ വെൻ യു ടെൽ അജയ് ദേവ്ഗൺ ജോക്ക് എന്നുള്ള അത് പുള്ളി മറ്റേ വിമൽ പാൻ മസാലയുടെ ഇതാണല്ലോ. അത് പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറഞ്ഞത്, പാൻ ഇന്ത്യൻ. പക്ഷെ നീ ഇത് കേൾക്കുന്ന അജയ് ദേവ്ഗൺ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. ഞാനും ഒരു എന്താ പറയുന്ന അജയ് ദേവ്ഗൺ ആരാധകനായിരുന്നു. കമ്പനിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടം. ഞാൻ വെച്ച് ഞാനും ഒരു പാൻ ഇന്ത്യൻ ആളായിരുന്നു എന്ന് പറയാൻ.
അല്ലല്ല. ദിഗംബരൻ പാൻ വേൾഡ് അല്ലേ? തീർച്ചയായിട്ടും. അത് പാൻ ഇന്ത്യയിൽ ഒതുക്കാൻ പറ്റത്തില്ലല്ലോ. പാൻ ഇന്ത്യൻ. കമ്പനി പിന്നെ മറ്റേ എന്താണ് അതിന്റെ പേര്, നമ്മുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ പോലുള്ള സിനിമകളൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് ചിത്രങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഫിൽമോഗ്രഫി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ആകപ്പാടെ ഒരു ദൃശ്യം ഒക്കെ മാത്രമേ ഉള്ളൂ ഇപ്പം പുള്ളി പിടിച്ചു നിൽക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ വരിവരിയായിട്ട് വരുന്നതുകൊണ്ട്. അപ്പം ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ബാലൻ കാണാൻ പോയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെ ആളുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് മലയാളം അറിയത്തില്ല. അപ്പം സബ് ടൈറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയത്തിലാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് കുറേ പടങ്ങൾ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയിൽ അങ്ങോട്ട് നിൽക്കുന്നില്ല. ചില പടം കാണുമ്പോഴത്തേക്ക് സബ് ടൈറ്റിൽ ഉണ്ട്, ചിലത് കാണുമ്പോൾ സബ് ടൈറ്റിൽ ഇല്ല. അങ്ങനത്തെ എന്തോ അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇത് പോകുമ്പോൾ ഒരു 50-50 ചാൻസിലാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ അത് അവിടെ ഞാൻ സാധാരണഗതിയിൽ നേരത്തെ ബുക്ക് ചെയ്ത് പോകുന്നത് ചുരുക്കമേ ചെയ്യാറുള്ളൂ. അല്ല അത്ര തിരക്കുള്ള ഇതാണെങ്കിൽ ഇപ്പം ലിയോയൊക്കെ ആണെങ്കിൽ അന്ന് ഭയങ്കര തിരക്കാണെന്നെങ്കിലും അവിടെ പോയി നിന്ന് മണിക്കൂറുകൾ ക്യൂ നിന്നാണ് പോയി ടിക്കറ്റ് എടുത്ത് കണ്ടത്. എനിക്ക് തോന്നുന്നു അങ്ങ് ബുക്ക് ചെയ്തിട്ട് പോയുള്ള ഭ്രമയുഗം പോലുള്ള കുറച്ച് പടങ്ങൾ ഏതാണ്ടൊക്കെ അങ്ങനെ ബുക്ക് ചെയ്ത് പോകാറുള്ളൂ. കാര്യം ഇവിടെ അറിയാലോ, ഇന്ത്യൻ പടങ്ങളായതുകൊണ്ട് തന്നെ ടിക്കറ്റ് ചാർജ് ഒക്കെ കുറച്ച് അധികമാണ്. ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ആണ്, സർവീസ് ഫീ എന്ന് പറഞ്ഞിട്ട് വേറെ എക്സ്ട്രാ ഇതുകൂടെ ഉണ്ട്. അപ്പം എന്താണെങ്കിലും പിന്നെ മിക്കവാറും അതിൻ്റെ ആവശ്യം വരാറില്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു 10-30 സീറ്റ് കാലിയായിട്ട് കിടപ്പുണ്ടാവും. ഈവൻ ഫസ്റ്റ് ഡേ ആണെങ്കിൽ പോലും. അല്ലെ പിന്നെ അത്ര അങ്ങോട്ട് ആൾക്കാർ എന്താ പറയുന്നത്, ഇപ്പോൾ എമ്പുരാനൊക്കെ പോലെ ഭയങ്കര ഹൈപ്പിൽ വരുന്ന പടമൊക്കെ ആണെങ്കിലൊക്കെ ഉള്ളൂ. പക്ഷെ എമ്പുരാന് ഞാൻ ഇതുപോലെ തന്നെ പോയി എടുത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് ആളുണ്ടായിരുന്നു. അവർ 3-4 സ്ക്രീനുകളിലായിട്ടാണ് കാണിച്ചത്. എന്താണെങ്കിലും ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സീറ്റ് ഞാനിങ്ങനെ നോക്കിയിട്ട് നടുക്ക് വരുന്ന രീതിയിലൊരു 2 സീറ്റ് പറഞ്ഞു. അത് ഈ റോയിലുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു 9-10 എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. എക്സാക്ട് നമ്പർ ഇപ്പോൾ ഓർമ്മയില്ല. എന്താണെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞിട്ട് 11 എനിക്ക് ബുക്ക് ചെയ്തത് ഞാൻ പറഞ്ഞതിന് 2 സീറ്റ് മുമ്പിലുള്ള റോയിലാണ് എനിക്ക് ബുക്ക് ചെയ്യുന്നത്. അവനത് എന്നിട്ട് ഞാനിത് നമ്പർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് തിരിച്ചു ചോദിച്ചു, ഇത് സ്ക്രീനിൻ്റെ അടുത്താണല്ലോ, കുഴപ്പം ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അത് കുഴപ്പമില്ല എന്ന്. കാര്യം ഞാനവനെ വിരൽ ചൂണ്ടി അതിങ്ങനെ പോയിന്റ് ചെയ്തുകൊണ്ടാണത് പറഞ്ഞ് നമ്പർ പറയുകയും ചെയ്തു. അവൻ ബുക്ക് ചെയ്ത തന്ന സീറ്റിൻ്റെ നമ്പറും വേറെ. ഇപ്പം വേറെ റോയിൽ അതേ നമ്പറുകളാണ് ബുക്ക് ചെയ്തതെങ്കിൽ അവന് കൺഫ്യൂസ്ഡ് ആയതാണെന്നെങ്കിലും മനസ്സിലാക്കുക. ഇതിപ്പോൾ അവനെന്തോ ചിലപ്പം ബാലം കണ്ട് കിളി പോയിരുന്നായിരിക്കും എന്ന് തോന്നുന്നു. എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും 11 എനിക്ക് ബുക്ക് ചെയ്തത് വേറൊരു ഇങ്ങനെ ഈ ഫ്രണ്ടിലുള്ള ബുക്ക് ചെയ്തവൻ ഏത് നാട്ടുകാരനായിരുന്നു? ഒരു ആഫ്രിക്കക്കാരനായിരുന്നു. ഫ്രാൻസേ ആയിരുന്നു. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അല്ല ഫ്രാൻസേ അല്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആള് ഫ്രാൻസേ ഫ്രാൻസേ ആയിരുന്നു. ആണ് തീർച്ചയായും. അവൻ നമ്മളെപ്പോഴും എല്ലാ പോഡ്കാസ്റ്റിലും പറയുന്ന പോലെ ദിഗു ഒരു പ്രത്യേക സ്ഥലത്താണ്. ഇംഗ്ലീഷ് അതെ അതെ മേജറായി സംസാരിക്കുന്ന നാട്ടിലെ ഫ്രഞ്ച് കൊളോണിയിൽ താമസിക്കുന്ന ഒരു പ്രത്യേക ജന്മമാണ് ദിഗു. അതെ, Yes. തീർച്ചയായും. പക്ഷെ അപ്പം മൂവി കാണാൻ പോയത് ക്യുബെക്കിലല്ലേ? എവിടെ പോയത്? അല്ല അത് നമ്മൾക്ക് ഒണ്ടാരിയോ പോകണം, എന്നാലേ ഓക്കെ. കാണാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ സബ് ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിലാകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ അല്ലേ? ഇംഗ്ലീഷിലേ വരുള്ളൂ സബ് ആ ടൈറ്റിൽ ഓക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ. മറ്റേടത്താണേലോ ഫ്രാൻസിലായിരിക്കും വരുന്നത്, ഐ മീൻ ഫ്രഞ്ചിലായിരിക്കും വരുന്നത്. ആക്ച്വലി ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ എനിക്ക് അടുത്ത് തന്നെ ഒരു തിയേറ്റർ ഉണ്ട്, നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പം ഞാൻ ഇത്രയും നാളും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അവിടെ കളിക്കുന്നത് ഫ്രഞ്ചിലാണ്, പക്ഷെ അപ്പോൾ അവിടെ സബ് ടൈറ്റിലും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ റീസെൻ്റ്ലി ആണ് ഞാൻ അറിഞ്ഞത് അവിടെ ഫ്രഞ്ചിൽ കളിച്ചാൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടാവാറുണ്ട്. അത് മാത്രമല്ല ഇംഗ്ലീഷിൽ തന്നെ കളിക്കാറുമുണ്ട് എന്നുള്ള ഒരു സത്യം. അപ്പം ഇംഗ്ലീഷ് പടങ്ങൾ കാണാൻ അധികം ദൂരേക്ക് പോകേണ്ട വരാറില്ലെന്ന് തോന്നുന്നു. അവിടെ എന്തെങ്കിലും ഐമാക്സിലൊക്കെ പോയി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, ദൂരെ പോകണം. അപ്പോൾ പിന്നെ ഞാൻ ഈ സീൻ പോയിന്റിലൊക്കെ പോയി കാണുന്നത് കൊണ്ട് എങ്ങനെ കളിച്ചാലും അവിടെ പോകണം. അപ്പം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ പടത്തിന് കയറുന്നു. കയറിക്കഴിഞ്ഞിട്ട് പടം തുടങ്ങി. ആദ്യമേ ഇങ്ങനെ KVN പ്രൊഡക്ഷൻസിൻ്റെ ഒക്കെ ഇതൊക്കെ വന്നു. പടത്തിൻ്റെ ആദ്യത്തെ ഇത് വന്നപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പം സബ് ടൈറ്റിൽ ഉണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തു ആശ്വാസം. പക്ഷെ പിന്നെ നോക്കുമ്പോഴത്തേക്ക് സബ് ടൈറ്റിൽ ഡസൻ മേക്ക് എനി സെൻസ് എന്നുള്ളൊരവസ്ഥ. അപ്പോൾ ഞാൻ ഓർത്തു ഇതെന്ത് ഇങ്ങനെ. പിന്നീടാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. അതായത് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഒരു 3:4 അങ്ങനെ എന്തോ ആണെന്നല്ലേ പറഞ്ഞത്.
അപ്പോൾ ഇവന്മാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൂം ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് ഫുൾ സ്ക്രീനിൽ നമുക്ക് കാണാവുന്ന രീതിയിൽ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പം 4 വരിയുള്ള സബ് ടൈറ്റിലാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ വരി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനത്തെ അവസ്ഥയിലാണ് പടം കാണേണ്ട വന്നത്. അപ്പം അത് എൻ്റെ ആസ്വാദനത്തെ അങ്ങനെ കാര്യമായി ബാധിച്ചില്ല. പക്ഷെ എന്നാലും അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള ഒരു ആകുല ചിന്തയിലിരുന്നാണ് ഞാൻ കണ്ടത്. പക്ഷേ ഈ പടത്തിന് ഏറ്റവും വലിയൊരു മെറിറ്റായിട്ട് ഞാൻ പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരിക്ക് ഈ സബ് ടൈറ്റിലിൻ്റെ ഇങ്ങനെ അറ്റം മൂലയൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും പടം മനസ്സിലായി. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 1-2 സംശയങ്ങൾ മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. ഈ ഷംനത്തയുടെ കാര്യമൊക്കെ എന്താണ്, ആരാണ് പുള്ളിക്കാരി എന്നുള്ള ഡൗട്ടൊക്കെ ചോദിച്ചുള്ളൂ. അല്ലാണ്ട് പടം മനസ്സിലാവുകയും ശരിക്കും എൻജോയ് ചെയ്തു എന്നാണ് By the പറഞ്ഞത്. way, അപ്പോൾ one of the finest casting ആയിരുന്നു ബീന ആന്റണിയെ വെച്ചത്. ഓളം ആക്ടർ ഷംനത്തയായിട്ടല്ലേ? ഭയങ്കര അനോയിങ് ആയിരുന്നു. പക്ഷെ സോ നൈസ്, ഷീ പ്ലേഡ് ഇറ്റ് വെരി കൺവിൻസിംഗ്ലി. അതാണ് സീരിയലിലൊക്കെ ഷംനത്ത. അഭിനയിച്ചതിന്റെ അതിന്റെയൊക്കെ ഒരുപാട് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളിക്കാരിക്ക്. ഐ വിഷ് ഷീ ഗെറ്റ്സ് മോർ. പക്ഷേ അപ്പം ആ ഒരു കാര്യത്തിൽ മാത്രമേ പുള്ളിക്കാരിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് പേഴ്സണലി അതെനിക്ക് എന്താ പറയുന്നത്, ഒരു പടത്തിൽ നമുക്ക് ഭാഷ പോലും അറിയാതെ എങ്കിലും അതിൻ്റെ കോർ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അത് ആ പടത്തിൻ്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പടം വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇവരോട് പറയുമായിരുന്നു, കുറേ നാളുകൾക്ക് ശേഷം ഒരു സിനിമ കണ്ട ഒരു ഫീൽ ഉണ്ട്. ഇപ്പോഴത്തെ പല പടങ്ങളിലും നമുക്ക് മിസ്സാവുന്ന അതാണല്ലോ. സിനിമയാണ് ബേസിക്കലി, പക്ഷേ അതിൻ്റെ ഒരു വിഷ്വലി നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫീൽ കിട്ടുന്നില്ല. പഴയ പടങ്ങൾക്കൊക്കെ ഉള്ള പോലത്തെ ആ ഒരു എന്താ പറയുന്നത്, നമുക്ക് ഒരു വിഷ്വൽ റിച്ച്നെസ് എന്തോ ഒരു സംതിങ് നമുക്ക് മിസ്സാണ്. ഇപ്പം ദൃശ്യത്തിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഓൾറെഡി ഒരു വലിയ എപ്പിസോഡ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷ്വലി നമ്മളത് കാണുമ്പോൾ ഉള്ള അതിൻ്റെ അത് ഫസ്റ്റ് 1ഉം ബാക്കി 2എണ്ണവും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതിങ്ങനെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പല പടങ്ങൾക്കും ചിലപ്പോൾ ഒരു പടം എന്നുള്ള ഒരു ഫീൽ മിസ്സാവുന്നുണ്ട്. പക്ഷെ ബാലനിൽ നമുക്ക് ആ ഒരു ഫീലുണ്ട്. ഒരു സിനിമ കാണുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഇങ്ങനത്തെ ഇതാണ് നമ്മളെയൊക്കെ ഈ പറഞ്ഞ പോലെ സിനിമ എന്നുള്ള ലോകത്തിലേക്ക് ആകർഷിക്കുന്നതിലുള്ള ഒരു സംഭവം അതാണ്. കാണുമ്പോഴത്തേക്കുള്ള ആ ഒരു ഫീലുണ്ട്. അപ്പം ആ ഒരു ഫീലിംഗ് എനിക്ക് തന്നു ബാലൻ. പിന്നെ പെർഫോമൻസസ് ഒക്കെ എനിക്ക് മറ്റേ ഫർസാനയൊക്കെ ആണെങ്കിൽ അവരൊക്കെ ഫസ്റ്റ് ടൈമാണ് ആക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ഫീലിംഗ് ഇല്ല. ഭയങ്കര നാച്ചുറലായിട്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. ഇപ്പം കാസ്റ്റിംഗ്, ഗണപതിയുടെ കാസ്റ്റിംഗ് നമ്മൾ തീർച്ചയായും അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഞാൻ ചിദംബരത്തിൻ്റെ 2 പടങ്ങളെ കണ്ടിട്ടുള്ളൂ. മറ്റേ ജാനേമൻ ഞാൻ കണ്ടിട്ടില്ല. കാര്യം തുടക്കത്തിൽ തന്നെയുള്ള ബേസിലിൻ്റെ കനേഡിയൻ എക്സ്പീരിയൻസസ് കണ്ടപ്പോൾ ഇത് കാനഡ എന്നുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ പിന്നെ അവനെ എന്തെങ്കിലും വല്ല നുനാവത്ത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ മലയുടെ മണ്ടയിലൊക്കെ ഉള്ള റീജിയനൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള വല്ല സ്ഥലത്തുമാണോ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. എന്തോ കൊട്ടും തണുപ്പത്ത് പോയി ഷവറിൽ കുളിക്കുന്നതും അങ്ങനത്തെ അവസ്ഥയൊക്കെ, ഏതോ പട്ടിക്കാട്ടിൽ കിടക്കുന്നു എന്നുള്ള ഒരു ഫീൽ തരുന്ന ഒരു അവസ്ഥ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഡിപ്രഷനിലായി. പിന്നെ ബാക്കി അങ്ങോട്ട് കാണാനായിട്ട് തോന്നിയില്ല. അപ്പം അത് കണ്ടിട്ടില്ല. അപ്പം ഈ 2 പടങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മഞ്ഞുമൽ ബോയ്സ് ഞാൻ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. പടമൊക്കെ ഇറങ്ങി എനിക്കൊന്ന് 1 വർഷം 2 വർഷം ഏതാണ്ട് ആയപ്പോഴത്തേക്ക് എന്താണ് ഞാൻ കാണുന്നത്. ഈ കൊല്ലമാണ് ഞാൻ മഞ്ഞുമൽ ബോയ്സ് കാണുന്നത്. ആക്ച്വലി ഇത്ര നാളെടുത്തിട്ട് കാണുന്നത്. ഇപ്പം എന്താണ് ഇതിന് ബാലൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിലെ ജീൻ പോൾ ലാലിൻ്റെ അത് പുള്ളിയാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ ഓർത്ത് ഇങ്ങേരെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. പക്ഷെ പിന്നീട് പോലീസ് ഗെറ്റപ്പിൽ വന്നിട്ട് കഴിയുമ്പോഴത്തേക്ക് തനി ലാൽ, ആ എക്സ്പ്രഷൻസ് അതൊക്കെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇങ്ങേരായിരുന്നു അത്. ഒരുമാതിരി ഈ കേരള ക്രൈം ഫയൽസിലെ ലാലിൻ്റെ ഗെറ്റപ്പിൽ വന്ന പോലത്തെ ഒരു ഫീൽ. അതെനിക്ക് തോന്നുന്നു പുള്ളി കുറച്ചുകൂടെ ആ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആ ഒരു ഇതിൽ വരുമ്പോഴത്തേക്കാണ് കൂടുതൽ എവിഡൻ്റ് ആവുന്നത്. അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ ബാലനിൽ കുറച്ച് ഡയറക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ജീൻ പോൾ ലാലുണ്ട്, പിന്നെ ഗിരീഷ് ഏടിയാണ് പുള്ളിയുടെ
മേലുദ്യോഗസ്ഥനായിട്ട് വന്നതെന്നുള്ള കാര്യം പിന്നീടാണ് അറിയുന്നത്. ഇപ്പം പിന്നെ ഇതിൻ്റെ അകത്തെ ഗ്രാൻഡ്മ ഒരു ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റിയാണെന്ന് ചക്രപാണി പറഞ്ഞിട്ടുള്ള ഒരു അറിവാണുള്ളത്. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ ഓവറോൾ എനിക്കിഷ്ടപ്പെട്ടു. ടൊവിനോയുടെ റോളും കൊള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു ടൊവിനോയുടെ പുള്ളി ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റോളുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച്, ബോഡി ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ഞാൻ കുമാരിയോട് പറഞ്ഞിരുന്നു. പക്ഷെ കുമാരി പറയുന്നത് അത് അതിൽ കുറച്ച് പ്രോസ്തെറ്റിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ കാര്യം എനിക്കറിയില്ല. എനിക്കത് കണ്ട സമയത്ത് എനിക്കത് ഫീൽ ചെയ്തില്ല ആക്ച്വലി. ചിലപ്പോൾ ഞാൻ മണ്ടനായതുകൊണ്ടായിരിക്കും. ഞാൻ പടത്തിൽ ആകൃഷ്ടനായിട്ടിരുന്ന് കാണുമായിരുന്നു. അതുകൊണ്ട് ഐ ഡിഡ്ന്റ് റിയലൈസ്. ബട്ട് ഓവറോൾ എന്താണേലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു നല്ലൊരു പടം കണ്ട ഒരു ഫീൽ. പക്ഷേ ഈ ആസ്പെക്ട് റേഷ്യോയുടെ കാര്യത്തിൽ എനിക്കൊരു ചെറിയൊരു അതൊരു കല്ലുകടിയായിരുന്നു. അതെന്താണ് ഇവർ ഈ തിയേറ്ററുകാർ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ലോക്കയുടെ സമയത്തും ഇതുപോലെ തന്നെ ഇവര് ചെയ്തിരുന്നു. ഇല്ല, അതിന് ആക്ച്വലി ആ ബ്ലാക്ക് ബാർസ് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിലെന്താണോ എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ ഇത്തവണ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓഡിയൻസിന്റെ വക ശല്യമൊന്നും ഉണ്ടായിരുന്നു. സാധാരണ ഓഡിയൻസ് ആണ് എന്താ പറയുക, നമ്മൾ ഇരിക്കുമ്പോൾ സീറ്റിന്റെ പുറകിൽ ചവിട്ടുക, ഇല്ല ഫ്ലാഷ് ഈ ലൈറ്റ് ഓണാക്കുക. ആസ്പെക്ട് റേഷ്യോയുടെ കാര്യത്തിലേ സാധാരണ സിനിമ ഇറങ്ങുന്ന 2.39:1 റേഷ്യോയിലാണെന്നാണ് ഗൂഗിൾ പറയുന്നത്. പക്ഷെ ഈ സിനിമ ഇറങ്ങിയത് 1.85:1 ആണ്. അപ്പം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ഇനി മിസ്റ്റേക്സ് ഒന്നും വേണ്ട. നമ്മൾ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് 85:1 ആണ് ഇതിന്റെ റേഷ്യോ. അപ്പം ഗൂഗിൾ ചേച്ചി പറഞ്ഞതാണ്, നമ്മൾ പറഞ്ഞതല്ല. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞെന്തോ 3:2 അത് 3:4 എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് എന്ത് സാധനമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തതിന്റെ മിസ്റ്റേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ കേട്ടറിഞ്ഞ ഇതായതുകൊണ്ട്, എനിക്ക് അതിന് ടെക്നിക്കൽ ആയിട്ടുള്ള ഇത് അറിയാത്തത് കൊണ്ട്. ഇതിനൊരു ഐമാക്സ് വേർഷൻ ഉണ്ടെന്ന് ചക്രപാണി പറഞ്ഞായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഐമാക്സ് വേർഷനിലാണോ കണ്ടത്? അല്ല, എനിക്ക് കാണാൻ പറ്റില്ല. ഐമാക്സ് വേർഷൻ അല്ല, ഐമാക്സിൽ ദ മൂവി ഈസ് ഗുഡ് എന്ന് ഞാൻ ഒരുപാട് വായിച്ചായിരുന്നു. ഐമാക്സിൽ എടുത്തിരുന്ന ഐമാക്സിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ എപ്പിക് ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റും കൂടെ ഉണ്ട്. അതിൻ്റെ അകത്താണ് ബെറ്റർ എന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ എപ്പിക് ഫോർമാറ്റ് പറയുന്ന തിയേറ്റേഴ്സ് എത്ര ഉണ്ടെന്ന് എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയത്തില്ല. ഐ ഡോണ്ട് നോ ഡീപ് അബൌട്ട് ദാറ്റ് ടെക്നിക്കൽ സൈഡ് ഓഫ് ഇറ്റ്. പക്ഷെ that's what people has been talking about. But anyway, visually കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും അവര്, മറ്റേ ലിയോ ഒക്കെ ചെയ്ത പോലെ അല്ലേ, ആ ഒരു രീതിയിൽ. ഞാൻ ഇനീഷ്യലി കുറെ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വായിച്ചിട്ടാണ് പോയത്. ലൈക്ക് പീപ്പിൾ സെഡ് ഇത് എന്തൊരു കുറിച്ചിട്ടോ ഉറങ്ങിപ്പോകും, അങ്ങനെ എങ്ങനെയല്ല അങ്ങനെ ആരൊക്കെ ഓർക്കും. ബട്ട് I don't know, man. I felt like I was watching a film, properly a movie after a really long time. ഒരു സിനിമ ഉണ്ട് ഒരു ഫീലിംഗ്. മറ്റേതല്ല, ഒരു ടെംപ്ലേറ്റ് കാണുന്ന പോലെയായിരുന്നു. ഇത്ര നാളും കുറെ ടെംപ്ലേറ്റ്സ് നമ്മൾ കണ്ടു. ഓരോ ഇതിന് മുന്നത്തെ സിനിമകളിലൊക്കെ ഒരു ടെംപ്ലേറ്റുകൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നു. പക്ഷെ ദിസ് ഇസ് ലൈക്ക്, ദിസ് ഇസ് സിനിമ. ദിസ് ഇസ് വൈ ഐ ഫെൽ ഇൻ ലവ് വിത്ത് സിനിമ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് എന്നുള്ള രീതിയിലുള്ള ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ആൻഡ് നാളെ ഇപ്പോൾ ഇവര് കൊണ്ട് ഓസ്കർ സബ്മിഷന് കൊടുത്താലും ഐ ഡോണ്ട് മൈൻഡ് ആക്ച്വലി. ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളല്ല. പക്ഷെ എന്നാലും ഐ എം സേയിങ്, ഐ മീൻ there's nothing wrong in submitting. ഒരു ട്രിപ്പിൾ ആർ സബ്മിറ്റ് ചെയ്യണോ ഇത് സബ്മിറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായും. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് അതായിരുന്നു. നല്ലൊരു സിനിമ കണ്ടിറങ്ങിയ ഒരു ഫീൽ, ഒരു സാറ്റിസ്ഫാക്ഷനോടെയാണ് ഞങ്ങൾ രണ്ടുപേരും വന്നത്. അപ്പോൾ ആണ് ഭാഷ അറിയാത്ത ഒരാൾക്ക് പോലും ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്തു, നല്ല പടമായിരുന്നു എന്ന് പറയുന്നെങ്കിൽ ഒബിയസ്ലി ബാലൻ നല്ല പടമായിരിക്കണമല്ലോ. അപ്പം അപ്പം അതാണ്. കുമാരി പറയൂ, എന്താണ് കുമാരിയുടെ? ഓക്കെ, അപ്പം ഞാൻ ബാലൻ കാണാൻ പോയത് ഭയങ്കര ഡിലേ ചെയ്തിട്ടാണ്. അപ്പം ഞാൻ ആക്ച്വലി വിചാരിച്ചത് എനിക്ക് തിയേറ്ററിൽ മിസ്സാവുന്നതാണ്. കാരണം ഒറിജിനലി എനിക്ക് തോന്നുന്നു ലിവർപൂൾ ഏരിയയിലെ കാര്യം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ലിവർപൂളിൽ ആക്ച്വലി 2 ദിവസത്തേക്ക് മാത്രം ഉള്ളായിരുന്നു ബാലൻ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതും
ഒരു ഒരു വല്ലാത്ത ടൈമാണ്. 10:45 രാത്രി 10:45 ടൈമിനാണ് ഇവന്മാർ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നത്. അപ്പം എനിക്ക് എന്താ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഈ ഒരു സമയത്തിന്റെ ഒരു പ്രോബ്ലം കാരണം ഞാൻ പോകാൻ ഇച്ചിരി മടിച്ചിരുന്നു. അങ്ങനെ ഞാനത് മിസ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ അല്ല അപ്പൊ ഞാനതങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു 2 ദിവസം അവന്മാര് ഇത് ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം ഇല്ലായിരുന്നു. 2 ദിവസം അവന്മാര് ഈ പടം കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ തിയേറ്റേഴ്സിൽ നിന്ന് പോയി എന്ന് ഞാൻ ഓർത്തു. പക്ഷെ അത് അവന്മാര് പിന്നെ തിരിച്ചു കൊണ്ടുവന്നു. എനിക്കൊന്ന് പോപ്പുലർ ഡിമാൻഡ് വെച്ചിട്ടായിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് തോന്നുന്നു. ഇപ്പം കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓടുന്നുണ്ട്. പിന്നെ അപ്പം അതായിരുന്നു. അപ്പം ഞാൻ ഇന്നലെയാണ് പോയി പടം കണ്ടത്. ഇവിടെ ഈ പടം കാണാൻ പോകുന്നതിന് മുമ്പേ ആദ്യം എനിക്ക് 2 അഭിപ്രായങ്ങൾ ഞാൻ കേട്ടു. ഓക്കെ, അപ്പം അതായത് ഞാൻ സാധാരണ അങ്ങനെ എനിക്ക് ട്രെയിലർ കണ്ടുപോയിട്ട് സിനിമ കാണുന്നത് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് പണ്ട് ഞാനത് ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ കുറെ നാളായിട്ട് അത് ചെയ്യാറില്ല. ട്രെയിലറും കാണാറില്ല, ടീസറും കാണാറില്ല. ഞാൻ ഒരു ഇൻഹിബിഷനും ഇല്ലാതെ പോയി കാണുന്നതാണ് ഇപ്പൊ എനിക്കിഷ്ടം. അതൊരു പ്രത്യേക ഫീലിംഗ് ആണ്. ബെറ്റർ അവസ്ഥയാണെന്ന് എനിക്ക് ബെറ്റർ അവസ്ഥയാണ്. അപ്പം എന്നാണ് അപ്പൊ പക്ഷെ ഈ പടം കാണാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നത് കൊണ്ട് ഫസ്റ്റ് നമ്മുടെ ചക്രവാണി വന്നിട്ട് പറഞ്ഞു ഇതൊരു എക്സ്ട്രോർഡിനറി ഫിലിമാണ്, ഇറ്റ്സ് മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞു. അപ്പം ഐ ഹാഡ് എക്സ്പെക്ടേഷൻസ് അബൌട്ട് ദ ഫിലിം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലിലെ നമ്മുടെ ഇൻവിസിബിൾ മാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വേർഷൻ ആണ് പറഞ്ഞത്. അതായത് അദ്ദേഹം പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് വർക്ക് ഫോർ ഹിം, ഇറ്റ് വാസ് വെരി ഗുഡ്, ഭയങ്കര സ്പീഡിൽ പോയി, ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ് ആൻഡ് ഓൾ. പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേനും ഭയങ്കര ഒരു അവന്റെ തിയേറ്ററിലിരുന്ന ആൾക്കാർ ഫോൺ എടുത്തിട്ട് ദേ സ്റ്റാർട്ടഡ് ചെക്കിംഗ് ദ ടൈം. അതായത് അവര് സാധാരണ ഒരു റൂട്ട് പീപ്പിൾ ചെയ്യുന്ന പോലെ ചുമ്മാ ഇൻസ്റ്റഗ്രാമിൽ കളിക്കുകയോ അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ നോക്കുക, അങ്ങനത്തെ പരിപാടിയല്ല. they were so distracted, they were so bored that അവര് ഫോൺ എടുത്തിട്ട് ഇത് തീരാത്തത് എന്താന്നുള്ള രീതിയിൽ സമയം നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. സെക്കൻഡ് ഹാഫ് വാസ് ലൈക്ക് ടു ഡ്രാഗിങ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആൻഡ് ഹി ഓൾസോ ഫെൽ ദാറ്റ്. അപ്പം നമ്മുടെ ഇൻവിസിബിൾ മാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുള്ളായിട്ട് ഇൻവിസിബിൾ മാൻ്റെ അഭിപ്രായങ്ങൾ സാധാരണ കേൾക്കാറില്ല. കാരണം ഞങ്ങളുടെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഹീ ഫോക്കസസ് ഓൺ ദ ടെക്നിക്കൽ സൈഡ്. ഹീസ് മോർ അതിൻ്റെ ക്യാമറ ക്വാളിറ്റി അങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നത്. ഇപ്പം ഈ റേഷ്യോയുടെ കാര്യം പറഞ്ഞു അല്ലെ, ഹി വാസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ ദ റേഷ്യോ. അപ്പൊ അതാണ് അവനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും പടം കാണണം എന്നുണ്ടായിരുന്ന ഒരു ഏറ്റവും വലിയൊരു അവന്റെ ഫോക്കൽ പോയിന്റ്. ആൻഡ് ഐ ഡോണ്ട് നോ, അവൻ അതൊരു മിക്സ്ഡ് അവസ്ഥയായിരുന്നു എന്നുള്ള രീതി പറഞ്ഞപ്പോ ഐ വാസ് ലൈക്ക് ഓക്കെ. പക്ഷെ ഐ വാണ്ടഡ് ടു ലീൻ ടുവേർഡ്സ് ചക്രവാണി എനിവേസ്. അപ്പൊ ഞാൻ ഒരു എങ്ങനെ ഞാൻ ഈ പടം അവസാനം കാണാൻ പോയി. ഇന്നലെ കാണാൻ പോയിട്ട് for me the film was actually very good. I mean എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഞാനിത് ഇവരോട് പറയുമായിരുന്നു, എനിക്ക് കണ്ടിട്ട് ഞാൻ ഇതിനകത്തിലെ ഫീമെയിൽ ക്യാരക്ടറുമായിട്ട് എനിക്കൊരു ബന്ധം, ഞാനെന്ന് പറയുന്ന വ്യക്തിയും ആ ഫിലിമിലെ ആ ഒരു ഫീമെയിൽ ക്യാരക്ടറുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധവും ഇല്ല. ഞങ്ങൾ തമ്മിൽ ഒരു ടൈപ്പിലുള്ള സിമിലാരിറ്റീസും ഇല്ല. അവരുമായിട്ട് എനിക്ക് ഒരു രീതിയിൽ ഒരു ജീവിത സാഹചര്യങ്ങളിലും കണക്ട് ചെയ്യാനും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ക്യാരക്ടറുമായിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഐ വാസ് ഇമേഴ്സ്ഡ് ഇൻ ദ ഫിലിം ടു ദ പോയിന്റ് ദാറ്റ് ഐ ഫെൽറ്റ് ഹെർ പെയിൻ ആൻഡ് ഐ ഫെൽറ്റ് ഹെർ പാനിക്. ആൻഡ് എനിക്ക് ചില സമയത്ത് പുള്ളിക്കാരിയുടെ ഐ ഡോണ്ട് ഈവൻ തിങ്ക് ഇറ്റ് വാസ് എൻ ഇമോഷണൽ സീൻ ടു ബി ഫെയർ. ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ അത് ഇമോഷണൽ സീൻ പോലും അല്ല, എന്തോ പറഞ്ഞ് പുള്ളിക്കാരി, എനിക്കൊന്ന് ആ സ്റ്റോറി പറഞ്ഞു, ഞാൻ വ്യക്തമായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല, സ്റ്റോറി പറയുന്ന സമയത്താന്ന് തോന്നുന്നത്. അതായത് അമ്മച്ചി ചോദിക്കത്തില്ലേ, അമ്മച്ചി ഈ സെറ്റിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചോദിക്കും എന്നോടൊരു കഥ പറ, ഞാൻ എപ്പോഴും ഇങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ നീ എന്നോട് കഥയൊന്നും പറയുന്നില്ലല്ലോ, നീ എനിക്കൊരു കഥ പറയുമ്പോൾ പുള്ളിക്കാരി ഒരു കഥ പറയുമല്ലോ. ആൻഡ് ദാറ്റ് സ്റ്റോറി വാസ് ആ കഥ പറയുന്ന ആ ടൈമിലാണെന്ന് തോന്നുന്നു. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര
I don't know. എനിക്ക് ഭയങ്കര ഇമോഷണലായി. I don't know why. എനിക്കത് ഇപ്പോഴും എനിക്ക് ആ പോയിന്റ് ചെയ്യാൻ പറ്റുന്നില്ല. Why was I emotional? അല്ലെങ്കിൽ why did this hit me? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ക്യാരക്ടറിനോട് എനിക്ക് ഇത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഐ എം ട്രൈങ് ടു റാപ്പ് മൈ മൈൻഡ് അറൗണ്ട് ഇറ്റ്. എന്തുകൊണ്ടാണ് എനിക്ക് ഈ സ്റ്റോറി ഇത്രയും വർക്ക്ഔട്ട് ആയെന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കുകയാണ്. ഇറ്റ് വർക്ക് ഫോർ മീ. പടം ആക്ച്വലി എനിക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. ഒരു മിനിറ്റ് പോലും എന്താ പറയുന്നത്, എന്നെ ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്യിക്കാതിരുന്നില്ല. പക്ഷേ ദ പ്രോബ്ലം വാസ് ദാറ്റ് മൈ മൈൻഡ് ആക്ച്വലി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചക്രമണിയുടെ മാസ്റ്റർ പീസ് ഇത് കേട്ടിട്ട് പോയത് കൊണ്ട് my mind was actually searching for these where is it coming, like എപ്പോഴാണ് മാസ്റ്റർ പീസ്, എന്താണ് ആ പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷനോടെ പോകുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ. I think that was the problem for me. അതായത് എന്തോ ഒരു എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ആ ഒരു അങ്ങേ അറ്റത്ത് എത്താൻ പറ്റിയില്ല. ഇവിടുന്ന് പുറപ്പെട്ടു പക്ഷെ ഞാൻ എത്തിയില്ല എന്ന് പറയുന്ന ഒരു ഫീലിംഗിലാണ് ഞാൻ ഇറങ്ങി വന്നത്. I don't know why. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എൻ്റെ ബ്രെയിൻ ഇപ്പൊ ആക്ച്വലി ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. കാരണം I want to understand. അതാണ് ഞാൻ ആദ്യം ചക്രവാണിയോട് പറയാൻ പറഞ്ഞു, like why did you feel that this was an extraordinary film? Why did you feel that this was a masterpiece? എന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എന്നോട് ആദ്യം പറയാൻ പറഞ്ഞത്. ആൻഡ് ഐ എം സ്റ്റിൽ സെർച്ചിങ്. ലൈക്ക് എനിക്ക് ഈ പടം ആക്ച്വലി വർക്ക് ചെയ്തു. ദ പടം വാസ് ആക്ച്വലി ഗുഡ് ഫോർ മീ, വെരി ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ വാസ് ഇറ്റ് എ മാസ്റ്റർ പീസ് എന്നുള്ളത് എനിക്ക് ആക്ച്വലി ഒരു കൺഫ്യൂസിങ് അല്ല, ഇറ്റ്സ് എ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ്, ടു സ്ട്രോങ് എന്നുള്ളൊരു രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു. I don't know. It's not a bad film and it's actually a very good film. പക്ഷെ ഈസ് ഇറ്റ് എ മാസ്റ്റർ പീസ് എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ആൻഡ് അതാണ് എൻ്റെ ഒരു ഓവറോൾ അഭിപ്രായം. അതായത് ഞാൻ ഇച്ചിരി ഒരു അങ്ങ് പരകോടിയിലെത്തിയ അവസ്ഥയൊന്നുമല്ല. പക്ഷെ ഫിലിം ആക്ച്വലി വർക്ക് ഫോർ മീ. ഭയങ്കര ക്യാരക്ടേഴ്സും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇമോഷണൽ കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് മൈ ഓവറോൾ അഭിപ്രായം. മഞ്ഞുമൽ ബോയ്സ് ആൻഡ് ജാനേമന്റെ കാര്യം പറഞ്ഞപ്പം, ഓ മൈ ഗോഡ്, മഞ്ഞുമൽ ബോയ്സ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ തിയേറ്ററിൽ ഇപ്പോൾ കണ്ടപാടാണ്. ഇറ്റ് വർക്ക് ഫോർ മീ, ഇറ്റ് വാസ് നൈസ്. ജാനേമൻ ഐ കാണ്ട് ജസ്റ്റ് എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അതായത് അത് ഭയങ്കര മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. സം പീപ്പിൾ ലൈക്ക് ഇറ്റ് ടു ദ കോർ. എനിക്ക് അത് പറ്റൂലായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ ഞാനത് എത്ര വട്ടം കാണാൻ ശ്രമിച്ചത്. ഞാനത് 4 വട്ടം പടം കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടാണ് അത് കണ്ടു തീർത്തത്. I just couldn't, man. I mean, എനിക്ക് ജാനമൻ ഇഷ്ടമല്ല. കോവിഡിന്റെ സമയത്തും കൂടെ റിലീസ് ആയതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർക്ക് ആ ഒരു കോവിഡ് ഡിപ്രഷൻ ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട, അങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ എന്താണ്. എനിക്ക് അറിഞ്ഞൂടാ, എനിക്കത് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. കുറച്ച് അങ്ങോട്ട് അവൻ നാട്ടിലെത്തുന്നിടം വരെ ഏതാണ്ടൊക്കെ ഞാൻ കണ്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് കാണാനായിട്ട് ഭയങ്കര earth-shattering പടമൊന്നുമല്ല. ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് ലോ കോസ്റ്റ് അവരുടെ ഡെബ്യൂ ഫിലിമിന് ഇറ്റ്സ് ഗുഡ്, അത്രേ ഉള്ളൂ. പക്ഷെ മഞ്ഞുമൽ ബോയ്സ് വാസ് സംതിങ് ദാറ്റ് ലാൻഡ്മാർക്ക് ആയി മാറിയത്. പറഞ്ഞ നല്ല ഡെബ്യൂ ഫിലിം. ആൻഡ് ജിത്തു മാധവന്റെ കാര്യത്തില്, ജിത്തു മാധവൻ എഴുതുന്നതെന്ന് എന്നോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പടത്തിനെ കുറിച്ച് ഒത്തിരി നോക്കാതെയാണ് പോകുന്നത്. ഈ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി. അപ്പൊ ജിത്തു മാധവനാണ് എഴുതുന്നതെന്ന് പറഞ്ഞപ്പം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസ് എ ബാഡ് റൈറ്റർ. പക്ഷെ ഇതിന് മുന്നലത്തെ പടം പൈങ്കിളി അല്ലായിരുന്നു അദ്ദേഹം എഴുതിയ പടം? നല്ല പടമായിരുന്നു അല്ലേ? എഴുതിയ പടമാണോ? അതെ. ഞാനത് പുള്ളി ഏതൊക്കെ പടം എഴുതിയെന്നുള്ളത് പോയി നോക്കിയപ്പോ കണ്ടതാണ്. പൈങ്കിളി നല്ലൊരു മികച്ച പടമായിരുന്നു. അത് കുറച്ചേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിന്റെ ആവശ്യം ഉള്ളായിരുന്നു എന്ന് തോന്നി. അത് ആ കണ്ടത് തന്നെ എനിക്ക് മതിയായി. ആ കാര്യത്തിൽ എനിക്ക് വലിയ ഹൈ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് ദിസ് ഫിലിം ആക്ച്വലി വർക്ക് ഫോർ മീ. അത് പോട്ടെ, അത് ആ ഒരു കാര്യത്തിൽ ഐ വാസ് വെരി സാറ്റിസ്ഫൈഡ്. പടം നന്നായിട്ട് പോയി. അനദർ തിങ്, ഇതിനകത്തില് CI ആയിട്ട് വന്നത് ഞാൻ കണ്ടോണ്ടിരുന്നപ്പോ എനിക്ക് അത് മനസ്സിലായില്ല അത് ആരാന്ന് കേട്ടോ. ഈ ജീൻ പോളിന്റെ കാര്യം ദിഗു പറഞ്ഞ പോലെയാണ്. ഇത് ആരാ ഈ മനുഷ്യനെ? ഞാൻ എങ്ങോ കണ്ടിട്ടുണ്ട്. ഇത് ഭയങ്കര ഫെമിലിയർ മുഖമാണല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക.
ഇവിടെ വന്നിട്ട് കാസ്റ്റ് നോക്കിയപ്പോഴാണ് ഗിരീഷ് ഷേഡിയാണ് CA ആയിട്ട് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ദാറ്റ് വാസ് റെവലേഷൻ. ഇപ്പൊ അത് എനിക്കൊരു എന്തായിരുന്നു സർപ്രൈസ് ആയിരുന്നു. മനസ്സിലാവാത്ത ക്യാമിയോ ഇവിടെ വന്ന് മനസ്സിലാക്കിയപ്പോൾ ഓ ഷിറ്റ് അതാ പുള്ളിയായിരുന്നു, ഇനി മനസ്സിലായില്ല എന്നുള്ളൊരു അവസ്ഥയിലായി. യെസ്. ആൻഡ് ദിഗു ആൻഡ് മീ, ചക്രവാണി പറഞ്ഞ പോയിന്റ്, ദിഗു ആൻഡ് മീ വി ആക്ച്വലി റീസെന്റ് ആണ് ഞങ്ങൾ ദേശാടനക്കളികൾ കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ റെക്കമെൻഡേഷൻ ഫോർ ഞങ്ങളുടെ LGBTQ സീരീസ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ LGBTQ സീരീസിലെ L കാറ്റഗറിയിലേക്കുള്ള ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ഗൂഗിൾ പറഞ്ഞ പടമാണ് ദേശാടനക്കിളികൾ. ദേശാടനക്കിളികൾ എന്താണ് സം ക്രിട്ടിക്സ് അവരുടെ റിലേഷൻഷിപ്പ് ആസ് എ ലെസ്ബിയൻ റിലേഷൻഷിപ്പ്. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ്സ് വിയർഡ്. ഐ മീൻ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ഇനിയിപ്പോ പക്ഷേ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ലെസ്ബിയൻ റിലേഷൻഷിപ്പ്. അത് അവർ തമ്മിൽ ഒരു ഡീപ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. They have affection for each other. അതിൻ്റെ അകത്ത് കാർത്തികയുടെ ക്യാരക്ടർ deadly in love with ഈ എന്താ പറയുക മോഹൻലാലിന്റെ ക്യാരക്ടറോട് ഭയങ്കര ഇഷ്ടമാണ്. ഇവരൊരു ഡ്യുവോ ആണ്. ദേ ആർ ലൈക്ക് സോ ബോണ്ടഡ്. അതിൻ്റെ അകത്ത് വേറെ ഒരു ഇന്റിമസി ഒന്നും ഇല്ല. അത് ഈ ഓവർ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം. വാസവണ്ണന്റെ ട്രൂ ലവ് ആണെന്ന് പറയുന്ന പോലത്തെ ആ ഒരു പ്രശ്നമാണ്. മുത്തുപ്പാണ്ടി ട്രൂ ലവ് ആണെന്ന് പറയുന്ന പോലത്തെ അത്രയും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ് അത് ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ആണെന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട്. പത്മരാജൻ പോലും അങ്ങനെ എന്തായാലും ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതാണെന്നും പറഞ്ഞുകൊണ്ട് പോയി കണ്ടതാ. പക്ഷെ ഞങ്ങൾ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോയി കണ്ടിട്ട് പോലും ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല സത്യം പറഞ്ഞാല്. എന്റെ അമ്മയായിട്ട് ഈ ഒരു ഡിസ്കഷൻ വന്ന സമയത്ത് അമ്മയടുത്ത് ഞാൻ ചോദിച്ചു, ഇറ്റ്സ് ഹർ വൺ ഓഫ് ഹർ എന്താ പറയുക മോസ്റ്റ് ഫേവറേറ്റ് ഫിലിംസ്. എന്നെ അമ്മയാണ് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ഗന്ധർവനും ഈ പറയുന്ന ദേശാടന കിളികളൊക്കെ അമ്മയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം ഷീ സോ ഇറ്റ് ഇൻ ദ തിയേറ്റർ ഓൾസോ. അമ്മ അപ്പയും വിളിച്ചോണ്ട് പോയി ഈ പത്മരാജന്റെ പടങ്ങളെല്ലാം കാണുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയടുത്ത് ഒരു പ്രാവശ്യം ഒരു കോൺവെർസേഷൻ ഉണ്ടായി, ഇവര് ഇത് ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ഒരിക്കലും അല്ലെന്ന് പറഞ്ഞു. ഇറ്റ്സ് ജസ്റ്റ് ദേ ആർ അവര് ഫ്രീഡം സീക്ക് ചെയ്യുന്ന രണ്ട് സോളാണ്. അവർ ഒരുമിച്ച്. അതല്ല ദേശാടന കിളികൾ എന്ന് പറയുന്നത്. ദേശാടന കിളികൾ എന്ന് പറയുന്നത് ഈ എന്താ പറയുക മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ബേർഡ്സ്, അത്രേ ഉള്ളൂ. ദർ ഇസ് നത്തിങ്. ഇറ്റ്സ് വെരി പ്ലെയിൻ ആൻഡ് സിമ്പിൾ ഓൺ ദ ഫേസ്. പത്മരാജനും KG ജോർജും ഒക്കെ ഒരു ഡ്രാമ ഇല്ലാതെ ഭയങ്കര ഓൺ ദ ഫേസ് ആയിട്ട് പടങ്ങൾ എടുക്കുന്ന ഡയറക്ടേഴ്സിലോ ഉണ്ടായിരുന്ന ടീമാണ് ഇവർ രണ്ടുപേരും. ഈ പറയുന്ന എനിക്ക് പേഴ്സണലി പുള്ളിക്കാരൻ്റെ തൂവാനത്തുമ്പികളോ അതിനേക്കാളും ഒക്കെ ഇഷ്ടമുള്ള പടങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളാണ് മൊത്തം. കാരണം ഇതിൻ്റെ അകത്ത് ഒരു ഡിലൂഷണൽ ഫാക്ടർ ഒന്നും ഇല്ല. പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളത് പറഞ്ഞതേ ഉള്ളൂ, ഒരു ദേശാടനക്കിളിയെ കരയാറില്ല ഫീൽ ഉണ്ടായിരുന്നു ഈ പടത്തിന്. പക്ഷെ നിന്നോട് പറയുന്നതിന് മുമ്പ് നീ അത് ഇവിടെ പറയുകയും അത് ആക്ച്വലി അമ്മയുടെ ക്യാരക്ടറിനെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയായിരുന്നു. അതായത് അവര് നമ്മളെ മാത്രം മതി. ഇത് ഷാരി മറ്റേന്റെ അകത്ത് പറയുന്നുണ്ട്. ശരിയാണ്. ഇനിയിപ്പോ അതിന്റെ ഒരു റെഫറൻസ് വല്ലതും ഉണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ കണ്ടോണ്ടിരുന്നപ്പോ ഞാനും ഓർത്തു അവര് കാണിക്കുന്ന പോലെ തന്നെയാണ്. അതായത് ഇവര് രണ്ടുപേരൂടെ പോകുന്നു, ഒരു സ്ഥലത്ത് നിൽക്കുന്നു, അവിടെ താൽക്കാലികമായി ജോലി ചെയ്യുന്നു, അവർക്ക് വേണ്ടത് അവിടെ ലാലേട്ടൻ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ അമ്മയും മോനെയും പോലെ തന്നെ ഇവര് പല പല സ്ഥലങ്ങളിലേക്ക് പോകാനുമുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. ലാലേട്ടനാണ് ഇതിൽ റിയൽ വില്ലൻ. അമ്മച്ചി പോലെ തന്നെ അവരെ പിടിച്ചു നിർത്തിയ ഒരു ക്യാരക്ടർ അതിന്റെ അകത്ത് ലാലേട്ടൻ. പക്ഷെ അമ്മച്ചി വാസ് എ ഗുഡ് ക്യാരക്ടർ, പക്ഷെ ലാലേട്ടൻ വാസ് എ ടോക്സിക് ക്യാരക്ടർ. അമ്മച്ചിയുടെ പ്ലാൻ പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു വർക്കൗട്ട് ആവോ. അതായത് ഞാൻ മരിച്ചു കഴിയുമ്പോ എന്നെ ഒരു എന്താ വാഴയുടെ കീഴില് അടക്കിയിട്ട് നീ ഇവിടെ സുഖമായിട്ട് എന്താ ചെയ്യുന്ന അമ്മച്ചീനെ തട്ടുവെന്നുള്ള രീതി. അമ്മച്ചിയെ തട്ടുവെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ല, അത് അമ്മച്ചി പുള്ളിക്കാരെ അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ് എനിക്കിഷ്ടം. ഷീ ഡസന്റ് ടേക്ക് ബുൾഷിറ്റ്. ഷീ ജസ്റ്റ് അണ്ടർസ്റ്റുഡ് ദ ബേസിക് സ്റ്റോറി. അതായത് അവളുടെ സ്വന്തം കഥയാണ് പറഞ്ഞെന്നുള്ളത്. ഇങ്ങനെ വേണം ഫ്ലാഷ് ബാക്ക് ആയാൽ. ഈ ഫ്ലാഷ് ബാക്ക് ഒന്ന് എടുത്ത് കാണിച്ച് മറ്റേ പാട്ടും ഡാൻസും ഒക്കെ ഇട്ട് ഞങ്ങളുടെ ഇങ്ങനെ മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കാണിച്ച് അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ സ്പൂൺ ഫീഡേ ചെയ്യണ്ട.
എന്ന് പറഞ്ഞ് ഓവറാക്കരുത്, ചുരുളി പോലെ ഒട്ടും പറഞ്ഞു തരാത്ത പറഞ്ഞാൽ സ്പൂൺ ഫീഡ് ചെയ്യണ്ട. ദാറ്റ്സ് ഹൗ യു ഷുഡ്. അത് ആ പുള്ളിക്കാരിയുടെ പുറത്തൊരു ചെറിയ മിസ്റ്ററി വെച്ചതാണ് അതിന്റെ ഏറ്റവും. കൈതി ഭയങ്കര ബ്രില്യന്റ് ആയിരുന്നു ആ സീൻ. അപ്പൊ ഇതിന് ഇപ്പൊ നീ ഇത് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്നൊരു കാര്യം ആലോചിച്ചു. ഞങ്ങൾ മുന്നേ ഞാൻ ദിഗുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാനിങ്ങനെ പറയുമായിരുന്നു, അതായത് നമ്മൾ ചില സ്റ്റീരിയോ ടൈപ്പുകൾ, നമ്മളിത് ഏർലി പോഡ്കാസ്റ്റുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കിങ്ങനെ ചില സ്റ്റീരിയോ ടൈപ്പുകൾ, ചില ഇൻഹിബിഷൻസ് ഉണ്ട് നമ്മുടെ മനസ്സിൽ. അതായത് ഇപ്പൊ നീ പറഞ്ഞില്ല അമ്മച്ചയെ തട്ടും എന്ന് തോന്നിയെന്ന്, അത് എവിടെ, അല്ലെങ്കിൽ ഇപ്പം ഫസ്റ്റ് ഇപ്പൊ ആദ്യത്തെ സിറ്റുവേഷനിൽ തന്നെയാണെങ്കിൽ ഈ അമ്മയും മോനും അവര് മറ്റേ ഒരു NGOയുടെ കാർഡ് കൊടുക്കുന്നുണ്ടല്ലോ, ഈ എന്തുവാ ബീൻ ആന്റണിയുടെ ക്യാരക്ടർ റോങ് ആണെന്ന് നമുക്ക് ആദ്യമേ അറിയാം, അവരുടെ നമ്പർ കളഞ്ഞതിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ ഐ വാസ് ലൈക്ക് വൈ ഡിഡ് ഷീ ത്രോ അവേ ദ NGO കാർഡ്? ഇറ്റ് വാസ് വിയർഡ് ഫോർ മീ. അത് ആദ്യം തുടങ്ങിയപ്പോ തന്നെ ഞാൻ ആലോചിച്ചത് എന്തായിരിക്കും പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അതൊരു ഹെൽപ്പ് സെന്റർ ആണല്ലോ, അപ്പൊ എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ ആദ്യമേ കണ്ടപ്പോ തന്നെ ഓർത്തായിരുന്നു. ആൻഡ് ദെൻ അത് കഴിഞ്ഞപ്പോൾ ആ ചായക്കടയിൽ പോയപ്പോഴാണെങ്കിലും ആ അപ്പൂപ്പൻ ഭയങ്കര സ്വീറ്റ് അപ്പൂപ്പനാണ്. ആൻഡ് ദെൻ തിങ്സ് ആർ ഹാപ്പനിങ്. അപ്പം ഞാൻ കണ്ടോണ്ടിരുന്നപ്പോൾ ആദ്യം അപ്പൂപ്പൻ്റെ അടുത്ത് ഇവർ പോയപ്പോൾ തന്നെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ഓ അപ്പൂപ്പനെ പറ്റിക്കുമായിരിക്കും. അത് പ്രത്യേകിച്ച് അപ്പൂപ്പൻ നീ എൻ്റെ കൊച്ചുമോളായിട്ട് നിന്നോ എന്ന് പറഞ്ഞ് താക്കോൽ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോഴത്തേനും പുള്ളിക്കാരി ഇല്ലല്ലോ. അപ്പം ഞാൻ ഓർത്തു, അയ്യോടാ പറ്റിച്ച പാവത്തിനെ എന്ന് ഞാൻ ഓർത്തു. പക്ഷെ അത് ഞാൻ ദിഗുവിനോട് ഇങ്ങനെ പറയായിരുന്നു, നമ്മുടെ ഒരു ഇൻഹിബിഷൻ കൂടെയാണ്. അതായത് ഒരു കറക്ഷണൽ ഫെസിലിറ്റിയിൽ നിന്ന് വന്ന ഒരു അമ്മയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ വാട്ടെവർ ഒരു പേഴ്സൺ ആണ്. അപ്പൊ അവര് പറ്റിക്കാതിരിക്കത്തില്ലായിരിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്യാതിരിക്കത്തില്ലായിരിക്കും എന്നുള്ള ഒരു ഇൻഹിബിഷൻ ഉണ്ടല്ലോ. നോട്ട് എവറി പീപ്പിൾ ഹൂ ഗോ ഇൻ ടു, ഐ മീൻ നമുക്ക് ആ ഒരു നമ്മുടെ മൈൻഡ് അങ്ങനെ സ്വാഭാവികമായും ചിന്തിക്കുമല്ലോ. ഇപ്പൊ അമ്മച്ചിയുടെ സ്ഥലത്ത് ചെല്ലുമ്പോഴാണെങ്കിലും എന്താ ഇവർ ശരിക്കും വിഷം കലക്കി കൊടുക്കുമെന്ന് നമ്മൾ ആലോചിക്കുമല്ലോ. ഈവൻ ബീൻ ആന്റണിക്ക് ചായ കൊടുക്കുമ്പോഴാണെങ്കിലും ഞാൻ ആലോചിച്ചു അവര് വിഷം കൊടുക്കുമായിരിക്കും. പക്ഷെ അവിടെ ഹാപ്പൻ. അപ്പൊ എനിവേസ് ഇപ്പം ആ ഒരു ഇൻഹിബിഷൻ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ ഏർലിയർ പോഡ്കാസ്റ്റുകളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ LGBTQ സീരീസുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ അകത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കൊരു ഇൻഹിബിഷൻ ഉണ്ട്. അത് നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻ്റെയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡെയിലി ഫീഡിങ്ങിൻ്റെയോ ഒക്കെ ആയിരിക്കാം. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഹെൽപ്പ് ദ ഫിലിം ടു. എനിക്ക് തോന്നുന്നു അതിനെ പടത്തിന് നാവിഗേറ്റ് ചെയ്യാൻ ഭയങ്കരമായി സഹായിച്ചു. എന്താണ് ഈ അമ്മയുടെ സ്കീമിങ്, അല്ലെങ്കിൽ എന്താണ് ഈ സ്ത്രീയുടെ സ്കീമിങ് എന്ന് നമ്മളെ ക്യൂരിയസ് ആക്കാൻ ആ ഒരു ഇൻഹിബിഷന് സാധിച്ചു എന്ന് എനിക്ക് തോന്നി. ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ അതൊരു കാര്യം. പിന്നെ ഈ മറ്റേ ഫിലിം ഫീലിംഗ് വന്നെന്ന് പറഞ്ഞല്ലോ ദിഗുവും ചക്രവാണിയും. ആ ഫിലിം ഫീലിംഗ് വന്നു എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, KG ജോർജിന്റെ ഫിലിംസ് എല്ലാം ഇപ്പൊ ഇവര് റീമാസ്റ്റർ ചെയ്ത് ഇറക്കുന്നുണ്ടല്ലോ. കുറെ പടങ്ങൾ ഇപ്പം റീമാസ്റ്റർ ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ റീസെന്റ് കണ്ടത് മമ്മൂക്കയുടെ മറ്റേ ഇതായിരുന്നു, എന്തോ അരങ്ങൻ നല്ലല്ലോ, എന്തോ ഒരു സ്റ്റേജ് എന്ന് പറയുന്ന പോലത്തെ യവനിക. അത് തന്നെ. അതാണ് ഞാനിപ്പോ റീസെന്റ് റീവാച്ച് ചെയ്തതാണ്. ഞാൻ അതിന് മുന്നേ അങ്ങനെയായിരുന്നു പേര്, ക്യാരക്ടറിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അത് തന്നെ, ഭരത് ഗോപി വില്ലനായിട്ടുള്ളവർ. അത് ഞാൻ അതിന്റെ ക്വാളിറ്റി ഇല്ലാത്ത വെർഷനിലും കണ്ടിട്ടുണ്ട്, അത് റീമാസ്റ്റർ ചെയ്ത വെർഷനിലും കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എക്സ്ട്രോർഡിനറി ആയിട്ട് അത് റീമാസ്റ്റർ ചെയ്ത് വന്നപ്പോഴത്തേനും നമുക്കതൊരു പഴയ പടമാണെന്ന് പോലും തോന്നത്തില്ല. ഇറ്റ് ഹാസ് ദാറ്റ് ഭയങ്കര ഒരു ബ്യൂട്ടിയും അത് ഭയങ്കര ക്ലാരിറ്റിയും ഉണ്ട്. ഞാൻ അത്രയും അങ്ങ് റീമാസ്റ്റർ ചെയ്തപ്പോൾ അത്രയും സൂപ്പർ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇറ്റ് വാസ് ആക്ച്വലി വേ ബെറ്റർ ദാൻ ദ റീമാസ്റ്റേർഡ് വേർഷൻ ഓഫ് ദേവദൂതൻ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. ദേവദൂതന്റെ റീമാസ്റ്റേർഡ് കോപ്പി കണ്ടപ്പോൾ ഞാനിങ്ങനെ എനിക്കത് പഴയതിൽ നിന്ന് അങ്ങനെ ഭീമമായ വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഐ മീൻ ഓക്കെ, ഒരു ക്വാളിറ്റി കൂടി എന്നുള്ളതല്ലാണ്ട് എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ദേവദൂതൻ ഡിഡ് നോട്ട് ആക്ച്വലി നീഡ് എ റീമാസ്റ്റർ. അതാ എനിക്ക് ഒരു റീമാസ്റ്റർ ചെയ്തതും കൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. യവനിക എന്ന് പറയുന്ന സിനിമ ആണെങ്കിലും അന്ന് സിനിമാറ്റോഗ്രാഫി വൈസ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. പക്ഷെ ഇപ്പൊ പ്ലേ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പോരായ്മകളൊക്കെ തോന്നിയാലും അത് എന്താ പറയുക, അത് റീമാസ്റ്റർ ചെയ്താലും അത് ഇറ്റ്സ് ഓക്കെ.
ഇറ്റ്സ് നൈസ്. പക്ഷെ എന്നാലും അല്ല ആ ഫിലിമിന്റെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അതാ ഞാൻ അതിനെ പറയാൻ ബീറ്റ് ചെയ്യാൻ വന്നത് പറ്റത്തില്ല. ഇപ്പം ഇതിന്റെ കാര്യം ഞാനിങ്ങനെ മറ്റേ നമ്മുടെ ഇൻവിസിബിൾ മാനോട് ഇങ്ങനെ പറഞ്ഞപ്പം പുള്ളി ഇങ്ങനെ പറയുമായിരുന്നു, അതായത് ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമകൾക്ക് അത് അതിനെപ്പോഴും ആ ഒരു ക്വാളിറ്റി കൂടുതലായിരിക്കും. അത് സാധാ നമ്മുടെ ഡിജിറ്റൽ ക്യാമറാസിൽ ഷൂട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല. ഇറ്റ് ഈസ് ലൈക്ക് എവർ ലാസ്റ്റിംഗ്. ആ ഫിലിം നമ്മുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം വി ക്യാൻ ഓൾവേസ് ബ്രിങ് ഇറ്റ് ബാക്ക് ടു ലൈഫ് ആൻഡ് ഇറ്റ്സ് സംതിങ് എൽസ്. അതിന്റെ ആ ഒരു ടെക്സ്ചറും ക്വാളിറ്റിയും അത് പോത്തില്ല, അതിനൊരു പ്രത്യേകതയുണ്ട് എന്നിങ്ങനെ പറയായിരുന്നു. സോ അപ്പം ഇതിപ്പോ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ആ ഒരു ഫീലിംഗ് വന്നു, KG ജോർജ് ഫീലിംഗ് വന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് അതാണ് ഓർത്തത്. ഓക്കെ, നൈസ്. പിന്നെ എന്നായിരുന്നു പോസ്റ്റർ. ആക്ച്വലി നിങ്ങൾക്ക് പോസ്റ്റർ ഉണ്ട് അപ്പൊ ആ കൊച്ചന്റെ മുഖവും അതിൽ ഈ സ്ക്രാച്ച്ഡ് ഒരു സാധനം അല്ലായിരുന്നു, ഒരു പേപ്പർ ഇങ്ങനെ മാന്തി വെച്ചിരിക്കുന്ന പോലത്തെ ഇതല്ലേ? നിങ്ങൾക്ക് അത് കണ്ടിട്ട് എന്നായിരുന്നു തോന്നിയത്? വൈ ഡിഡ് യു തിങ്ക് ദാറ്റ് ദ പോസ്റ്റർ വാസ് പ്ലേസ്ഡ് ലൈക്ക് ദാറ്റ്? എന്തായിരിക്കും കഥാകൃത്ത് അല്ലെങ്കിൽ ഡയറക്ടർ ഉദ്ദേശിച്ചത്? ടോൺ ചൈൽഡ്ഹുഡ്. ഇറ്റ്സ് എ ടോൺ ചൈൽഡ്ഹുഡ്. അത് at the end of the day, there is an amount of toxicity in it. ചൈൽഡ്ഹുഡ് എടുത്തു മാറ്റിയ പോലെ എനിക്ക് ഫീൽ ചെയ്ത. ദർ ഇസ് എൻ ഐഡന്റിറ്റി ക്രൈസിസ്. അതിന് അവസാനം വരെ പേരില്ല. പിന്നെ അയാൾ പവിത്രൻ എന്ന് പറഞ്ഞ പേരിടുന്നത്, അതും സട്ടിലി മറ്റേ കള്ളൻ പവിത്രൻ എന്ന് പറഞ്ഞ പഴയ സിനിമയുടെ റെഫറൻസ് ആണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ജീൻ പോൾ ലാലിന്റെ പേര് പവിത്രനാണോ? പേര് പവിത്രൻ. അപ്പം കുറച്ച് ഡീപ് സബ്ജക്റ്റാ. ഇറ്റ്സ് വെരി പ്രോബ്ലമാറ്റിക്. അത് എന്താ പറയുക, ഒരു ചൈൽഡ് അനുഭവിക്കുന്നതിന്റെ മുകളില് ആ ഒരു കുട്ടി അനുഭവിക്കുന്നുണ്ട്. വിച്ച് മേക്സ് ഇറ്റ് എന്താ പറഞ്ഞാൽ ആ ഒരു ടോൺ ആ പോസ്റ്ററിൻ്റെ അകത്ത് കാണിക്കുന്നത് തന്നെ അതാണ്. നമ്മുടെ ബാലൻ എന്ന് പറഞ്ഞ പേര് തന്നെ വന്നത് ആ കൊച്ചിനെ ഫോക്കസ് ചെയ്യുന്നതാണ്. പറയാൻ വിട്ടുപോയി, ഐ ലവ് ടൊവിനോ ഇൻ ദ ഫിലിം. എനിക്ക് ഹിസ് ബെസ്റ്റ് പെർഫോമൻസ്. പുള്ളി അത് ക്യാരക്ടറായിട്ട് അഭിനയിക്കാനുള്ള ഒരു ഡിഗ്നിറ്റി കാണിച്ചത് ഭയങ്കര സംഭവം തന്നെയാണ്. വി ഷുഡ് അപ്രിഷിയേറ്റ് ഇറ്റ്. കാരണം പുള്ളി മോശമായിട്ട് അഭിനയിച്ച സിനിമകൾ ഏതാണെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം. ഐ ഹവ് സീൻ ഇറ്റ്. അവിടെ നിന്ന് പുള്ളിക്ക് വന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് അൺബിലീവബിൾ. ലൈക്ക് ഹി ഡിഡ്ന്റ് ഹാവ് ടു അത്രയും ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഹി ഡിഡ് ഇറ്റ്. ഹി വെന്റ് ബിയോണ്ട് ഹിസ് കംഫർട്ട് സോൺ. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. അത് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന കഥാപാത്രമായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ച ഒരു ചെറിയ ക്യാമിയോ 2 സെക്കൻഡേ സിനിമയിലുള്ളൂ, 2 മിനിറ്റേ ഉള്ളൂ എന്നൊക്കെ ആരൊക്കെയോ റെഡിറ്റിലൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അത് കേട്ടിട്ട് ഞാൻ പോയി കണ്ടപ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫ് ത്രൂ ഔട്ട് ഉണ്ട്. അതായത് ഇവന്റെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യുന്ന ഒരു കഥാപാത്രം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നതിൽ ഇറ്റ് വാസ് നൈസ് ടു സീ ഹിം പ്ലേ ദാറ്റ് ക്യാരക്ടർ. കാസ്റ്റിംഗ് വൈസ് ഇറ്റ്സ് ഇൻക്രെഡിബിൾ. I mean, choosing Lal as a police officer ഭയങ്കര നല്ലതായിരുന്നു. എനിക്ക് ആ പഴയ ജൂനിയർ ലാൽ ജൂനിയർ, സോറി. ഇപ്പം പഴയ ലാലിന്റെ ഒരു എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വന്നു. അതിപ്പോൾ നമ്മൾ ചന്തുവിനെ ലോക്കിക്കകത്ത് കണ്ടപ്പോഴത്തേക്ക് സലീംകുമാറിന്റെ എക്സ്പ്രഷൻ അവിടെ ഫീൽ ചെയ്ത പോലെ എവിടേക്കോ ഒരു ലാലിന്റെ ഒരു ഇതുണ്ടായിരുന്നു. It's good to know that all these so-called Nepo kids are actually talented also. അപ്പം മലയാള സിനിമയിൽ കുറെ കൂടുതൽ ക്യാരക്ടേഴ്സ് ചെയ്യാനൊക്കെ ആൾക്കാർ വരുന്നതിൽ ഇറ്റ്സ് എ വെരി നൈസ് തിങ്. ആൻഡ് ഫിലിമിന്റെ കാര്യം പറഞ്ഞത്, ഞാൻ ആക്ച്വലി ഒഡീസി തിയേറ്ററിൽ കാണാൻ വേണ്ടി ഞാൻ ക്രേവ് ചെയ്യുന്നതിന്റെ വൺ ഓഫ് ദ മെയിൻ, ഐമാക്സ് കാണാൻ ക്രേവ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ ദാറ്റ് നോളൻ ഇസ് വൺ ഓഫ് ദോസ് ഡയറക്ടേഴ്സ് ഹു സ്റ്റിൽ ബിലീവ്സ് ഇൻ ഫിലിമിങ് ഇൻ ഫിലിം ക്യാമറാസ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അവസാനം ചെയ്തത് തിര എന്തോ ആണ്. തിര ഫിലിം ക്യാമറയിൽ ഷൂട്ട് ചെയ്തത്. അന്ന് ഡിജിറ്റൽ ആയിരുന്നു, പക്ഷെ വിനീത് ശ്രീനിവാസൻ പ്രിഫേർഡ് ടു ഷൂട്ട് ഇറ്റ് ഇൻ ഫിലിം. ആൻഡ് തിരയുടെ ടോൺ തന്നെ പുള്ളിയുടെ പുള്ളി ചെയ്ത പടങ്ങളിലുള്ളതിനേക്കാളും ആ ടെക്സ്ചർ ഒക്കെ ഡിഫറെന്റ് ആണ്. ഐ ലൈക്ക് ദാറ്റ് ഗ്രെയിൻസ് ആൻഡ് ആ ഒരു ഫിലിമിന്റെ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒരു ടെക്സ്ചർ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇപ്പോൾ എനിക്ക് നോളന്റെ പടങ്ങളെല്ലാം ഐമാക്സിൽ റീ റിലീസ് ചെയ്യണമെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ് ഗോയിങ് ഇറ്റ് ഫോർ like because I saw it in very average theaters, and പുള്ളിയുടെ പടം deserves to be seen in IMAX. Yeah, but coming back to the point, yeah, Devaran, you were saying something. അത് ഞാൻ ഒരു പേഴ്സണൽ ലെവലിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ചക്രവാണി പറഞ്ഞല്ലോ, ഇപ്പം ഈ
ബാലൻ ഇതിൻ്റെ അകത്തെ ബാലൻ്റെ ചൈൽഡ്ഹുഡ് ടോൺ ആണെന്നുള്ളൊരു അവസ്ഥയിൽ അവന് ഐഡൻറ്റിറ്റി ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. അതിപ്പം എൻ്റെ ചൈൽഡ്ഹുഡും എന്താ പറയുന്നത് അഡൾട്ട്ഹുഡും നോക്കുകയാണെങ്കിൽ പലതും പല സ്ഥലങ്ങളിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം ഒരു മേജർ ഷിഫ്റ്റ് ഉണ്ടാകുന്നു. അത് പിന്നെ ഓരോ 5 വർഷം കൂടുമ്പോൾ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഒരുവിധപ്പെട്ട മിക്ക സെറ്റിങ്ങുകളിലും വളർന്നു എന്നുള്ളൊരു ഒരു 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 സാഹചര്യമാണുള്ളത്. അപ്പം ഒരു മനുഷ്യനെ അത് ഈ 5 വർഷം എനിക്കൊന്നുമില്ലെങ്കിലും ഇവൻ്റെ ഈ പയ്യൻ്റെ അത്രയും ഇമ്മീഡിയറ്റ് ഇതല്ല. നമുക്കൊന്നുമില്ലെങ്കിലും കുറച്ച് വർഷങ്ങളുടെ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമുക്കൊരു വേരുറപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരാൾക്കാരുമായിട്ടൊരു അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രയാസം ഉണ്ടാവും. കാര്യം ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് എന്തോ കാര്യം ഇരിക്കുന്നത്, അടുത്ത 5 വർഷം ആകുമ്പോഴത്തേക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകും, പിന്നെ ഇവരുമായിട്ടൊക്കെ ഒരു ബോണ്ട് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കുറച്ചുകൂടെ ഒരു ഉള്ളിലേക്ക് വിഡ്രോൺ ആവുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം അത് ആ ഒരു സിറ്റുവേഷൻ പ്ലസ് അവന് സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഇല്ല. ഇപ്പം എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല, നമുക്ക് ഇന്ന ആളുടെ മകനാണ് അല്ലെങ്കിൽ ആ പയ്യനറിയാം ഇന്ന ആളുടെ പെങ്ങളുടെ മോനാണ് അല്ലെങ്കിൽ ചേച്ചിയുടെ ഇതാണെന്ന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇന്ന ആളുടെ ഇന്ന ആളാണ്, അല്ല ഇന്നതാണ് അവൻ്റെ പേര്, ഇന്നതാണ് അവൻ്റെ വീട്ടുകാർ എന്നൊക്കെ ഉള്ളൊരു ഐഡൻറ്റിറ്റി നമുക്കുണ്ട്. അപ്പം അതുമില്ല, അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഓരോരുത്തരുടെ അടുത്തും പല കഥകൾ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഓരോ കഥയെ ഓർത്ത് വെക്കണം, പഠിക്കണം. അതാ മറ്റേ ഇവനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോൻ്റെ അച്ഛൻ്റെ എന്താ എന്താ ജോലി എന്താ, വീടിൻ്റെ കളർ എന്താ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ. അപ്പം അതുപോലെ അത് ഒരു കോമഡി സീനാണെങ്കിൽ പോലും ഓരോ സിറ്റുവേഷനിൽ അത് ഓർത്ത് വെക്കണം. അമ്മ ഓരോരോ കഥകളാണ് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല സ്കൂളുകളിൽ അവനൊരു ഫൈനലി ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായി ഒരു ചെറിയൊരു ബാല്യകാല സഖിയൊക്കെ ഉണ്ടാകുന്ന മൊമെന്റിൽ പിരിഞ്ഞു പോകേണ്ട വരുന്ന ഒരു വേദന ഐ ക്യാൻ റിലേറ്റ്. അപ്പം അങ്ങനെ എനിക്ക് എവിടേക്കോ കുറേയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു മകനുമായിട്ട് മറ്റാൾക്കാരുടെ തുണയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു അമ്മയുടെ സ്ഥിതി, അങ്ങനത്തെ സാഹചര്യങ്ങൾ ആൾക്കാരെ അവരുടെ പാസ്റ്റ് വെച്ചിട്ട് അവരെ പിന്തുടർന്ന് വരികയാണ്. അവരെവിടെ പോയാലും അതിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പം അതേ പറഞ്ഞ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിട്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ഇത് മാറുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ആ പ്രായത്തിൽ എന്താണേലും ആ പയ്യൻ കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷനിലൂടെ അല്ല അവൻ പോകുന്നത്. എങ്കിലും അവൻ്റെ അമ്മയോടുള്ള ഒരു സ്നേഹം, നമുക്ക് നമ്മൾ മാത്രം മതി എന്നുള്ള ആ ഒരു ബോണ്ട്, അതൊക്കെ ശരിക്കും നമ്മളെ എന്താ പറയുന്നത് നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന ഒരു ഇതാണ്. അതും പുള്ളിക്കാരി അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം, എന്താ പറയുന്നത് എത്ര കണ്ടില്ലെങ്കിലും ഇവിടെ തന്നെ ഉണ്ടാകണം ഞാൻ, നിനക്ക് വേണ്ടി വരുമെന്നുള്ള ഒരു ഇത്. അതാ പുള്ളിക്കാരി അത് ആ ഒരു സംഭവം നമ്മളത് പടം കാണുമ്പോൾ നമ്മൾ ഓർക്കുക പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയല്ലോ, അതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് വരാൻ പറ്റാതിരുന്നത്. പക്ഷെ ആ പയ്യൻ അവിടെ ഒരു രാത്രി അവനവിടെ ഒരു രാത്രിയും പകലും 3 രാത്രിയും പകലും ഏതാണ്ട് അവനവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അപ്പോഴും ആ അമ്മയ്ക്ക് അത് എന്തായിരിക്കും പുള്ളിക്കാരിക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റാതെ പോയത് ആ ഒരു ഞാൻ സിറ്റുവേഷനിൽ? ഓർത്തായിരുന്നു കേട്ടോ. അത് അത്രയും ഡിലേ ആക്ച്വലി അവർക്ക് ആ ബോഡി അവിടുന്ന് മാറ്റി എന്താ ബ്ലഡൊക്കെ കഴുകി കളഞ്ഞ് ഈ പെൺപിള്ളേനെ അവിടെ പ്ലാന്റ് ചെയ്യുന്ന ഒരു ഇത്രയും സമയം എടുക്കുമെങ്കിൽ പോലും അവർക്ക് ആ ചെറുക്കനെ വേണേ കണ്ടുപിടിക്കാമായിരുന്നു എന്ന് ഞാൻ ഓർത്ത്. എന്താണേലും അവർക്ക് ആ കുഞ്ഞിനെ വേണമല്ലോ, അവർക്ക് ആ കുഞ്ഞെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇവനെ ആ സ്ഥലം മാറി പോകുന്ന ലോറിക്കകത്ത് കയറി പോകുന്നിടം വരെ പുള്ളിക്കാരിക്ക് കണ്ടുപിടിക്കാൻ പറ്റാൻ അല്ലെങ്കിൽ അവിടെ ചെല്ലാൻ പറ്റാഞ്ഞതെന്ന് ഞാൻ അവൻ ഓർത്തായിരുന്നു. ആ ബസ് സ്റ്റോപ്പിൽ ഒരു ദിവസം അല്ലല്ലോ നിൽക്കുന്നത്, ഒരു 3 ദിവസം എന്തോ എടുത്തെന്നുള്ള രീതിയിൽ എൻ്റെ ഓർമ്മയില്ല. അങ്ങനെ ആണോ? അല്ല, ഓവർനൈറ്റ് ആയിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. ആണോ? അതായത് ഓവർനൈറ്റ് ആയിരുന്നു. അല്ല, അത് കുറച്ചു നേരം അല്ലല്ല, ഉള്ളായിരുന്നേ. ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. കാരണം കുറെ കുറച്ചു നേരമായിട്ട് നേരം. നിൽക്കുന്നു എന്ന് പറഞ്ഞാണ് വന്ന് പറഞ്ഞത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഓക്കെ.
പക്ഷെ എങ്കിലും അവർക്ക് ആ കൊച്ചിനെ തപ്പിപ്പിടിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് കിട്ടിയായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു എന്തായിരിക്കും അവർക്കത്. കാരണം അറിയത്തില്ല, അവര് പാനിക്കില് എങ്ങനെയായിരിക്കും അവിടെ റിയാക്ട് ചെയ്യുന്നത്, എന്തായിരിക്കും ചെയ്തത്, പക്ഷെ എത്ര സമയത്ത് പാനിക്കലാണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി കൊച്ചാണല്ലോ. വന്ന സമയത്ത് ചിലപ്പോ കണ്ടു കാണത്തില്ല, വന്ന സമയത്ത് ചിലപ്പോ കണ്ടു, ആ സമയം കൊണ്ട് ചിലപ്പോ പോലീസുകാരൻ കൊണ്ടുപോയി കാണും. ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഊരി വെച്ചതാരാ? അവൻ തന്നെ അവൻ അവിടെ കുറെ നേരം യൂണിഫോമിൽ നിക്കുന്ന കണ്ട് ഒരുത്തന്നെ അങ്ങോട്ട് പോയി എന്തോ വാങ്ങിച്ചോണ്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇവൻ തുണിയില്ലാതെ നിക്കുന്നത് കണ്ടത്. അപ്പോഴാണ് ഇവർ പോലീസിനെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും നേരം ആ കൊച്ചൻ അവിടെ നിൽക്കുമായിരുന്നു, അപ്പൊ ഞാൻ ഈ ബോഡി മറച്ച് ഈ പരിപാടികളെല്ലാം ചെയ്തിട്ട് വരാനുള്ള ടൈം ഇവിടെ ഇല്ലേ എന്ന് ഞാൻ അന്നേരം ആലോചിച്ചു. കാരണം ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി കുഞ്ഞാണല്ലോ. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിലും ഒക്കെ ഇറ്റ് മേക്ക് സെൻസ്. പക്ഷെ അവർക്ക് കൊച്ചു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ അത് അവിടെ ഒരു ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു, എന്തുകൊണ്ടായിരിക്കും അമ്മയ്ക്ക് അന്നേരം എത്താൻ പറ്റാഞ്ഞത് എന്നുള്ളതിൽ എനിക്കൊരു ഞാൻ ഓർത്തായിരുന്നു. അവൻ അവിടെ കണ്ടില്ല, പക്ഷെ അവനെ പോലീസ് സ്റ്റേഷനിലും കുറച്ച് ഏറെ നേരം ഉണ്ടായിരുന്നു. അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതാണേലും ഒരു 3 days ഉണ്ടായിരുന്നു. ആക്ച്വലി നീ പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം ആ കൊച്ചൻ അവിടെ നിൽക്കുന്നത് day 1. പിന്നെ അവൻ എന്താ ജീൻ പോളിന്റെ വീട്ടിൽ ഒരു ദിവസം പോയി നിൽക്കുന്നുണ്ടല്ലോ, അപ്പൊ അതൊരു ഓവർ നൈറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇവൻ നാട്ടിൽ മൊത്തം തപ്പി നടക്കുന്ന അടുത്ത ദിവസം. അപ്പൊ ഒരു 3 ദിവസം ഗ്യാപ്പ് ഉണ്ട് അവിടെ. വേണമെങ്കിൽ തപ്പി പിടിക്കാവുന്നതേ ഉള്ളൂ. എന്തായിരിക്കും പോലീസ് സ്റ്റേഷന്റെ പരിസരത്തൊക്കെ ചുറ്റിപ്പറ്റി നിന്നിരുന്നെങ്കിൽ വേണമെങ്കിൽ എനിക്കറിയില്ല എന്താ അല്ലത് എന്തോ എനിക്കറിയില്ല. ഇത് നാട്ടുകാർക്കിടയിൽ എന്താണെങ്കിലും ഒരു സംസാര വിഷയം ആവുമല്ലോ, ഒരു പയ്യൻ ഇങ്ങനെ കണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും. പക്ഷെ അവൻ യൂണിഫോം മാറ്റിയത് അവനാണെന്നുള്ളത് പിടികിട്ടി. കാര്യം അതാ ഐഡന്റിറ്റി അത് സ്കൂളിൽ ചെന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പയ്യൻ ബുദ്ധിപൂർവ്വം കാണിച്ച ഒരു പരിപാടിയായിരുന്നു. പക്ഷെ പിന്നെ നീ ടൊവിനോയുടെ പ്രോസ്തറ്റിക്സിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ, നിനക്കത്? അത് അതായിരുന്നു വേറൊരു കാര്യം കേട്ടോ. അതായത് ഇതിനകത്തില് മൂന്നാമത്തെ അഭിപ്രായക്കാരനായിരുന്നു ദിഗംബരൻ. ദിഗംബരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിനകത്തില് ടൊവിനോ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സ്പോയിലർ എനിക്ക് തന്നായിരുന്നു ആദ്യം. എന്നിട്ട് എന്നോട് പറഞ്ഞു, അതവൻ അറിഞ്ഞോണ്ട് പറഞ്ഞല്ല, എന്താ പറഞ്ഞപ്പോ അറിയാതെ വന്ന ഒരു മീമിന്റെ കാര്യം പറഞ്ഞ. അതായത് ഇങ്ങനെ ഇതില് കണ്ട ഒരു മീം കണ്ടാണ്, ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഏതാണ്ട് ന്യൂസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടൊവിനോ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് വണ്ണം വെക്കാൻ വേണ്ടി 2 അടിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കീഴെ ടൊവിനോ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടല്ലോ, നീയൊക്കെ എവിടെ കൊണ്ടാ കേൾക്കുന്നതെന്ന് ചോദിച്ചോണ്ട് എന്താണ്ടൊരു അങ്ങനെ എന്തോ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യം ഞാൻ പറയുകയായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് പുള്ളി ഞാൻ ആ ഇന്റർവ്യൂ കണ്ടിട്ടില്ല ടൊവിനോയുടെ. പക്ഷെ അതിന്റെ താഴെയുള്ള കമന്റുകളിൽ നിന്നൊക്കെ മനസ്സിലായത്, ടൊവിനോ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് പുള്ളി കവിളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കുറച്ചേറെ കഴിച്ചു, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇവര് ഈ 2 അടിച്ചിട്ടാണ് പറയുമ്പോ കള്ളു കുടിച്ചിട്ടാണ് എന്നുള്ള രീതിയിലല്ലേ നമുക്കത് വായിക്കുമ്പോ മനസ്സിലാവും. അതായത് നീ കവിളെന്ന് പറയുന്ന പോലെ അല്ല, എനിക്ക് വയറിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ വയറും ഞാൻ പറഞ്ഞായിരുന്നു, ടൊവിനോയുടെ യൂഷ്വൽ ഫിസിക് അല്ല അതിന്റെ അകത്ത്, വയറ് വെച്ചായിരുന്നു എന്നോട് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ അത് ഞാൻ അന്നേരം ഇതങ്ങനെ വലിയ പ്രൊഡക്ഷനിലുള്ള പടമൊന്നുമല്ലല്ലോ. അപ്പൊ പുള്ളി അത് ഒരു ചെറിയ പ്രൊഡക്ഷനിലുള്ള പടത്തിന് വേണ്ടി ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തി ഭയങ്കര ഡിവോട്ടഡ് ആണെന്നുള്ള അതിന് ഒരു റോളിന് വേണ്ടി ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാന്ന് പറയുന്നത് സിമ്പിൾ കാര്യമൊന്നും അല്ലല്ലോ. ഇപ്പൊ ദങ്കലിന് വേണ്ടി അമീർ ഖാൻ ചെയ്തെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷൻ അതൊരു മാസ് പ്രൊഡക്ഷനിലുള്ള സാധനമാണല്ലോ. ഇതൊരു ചെറിയ പടമല്ലേ. അപ്പൊ അതിനുവേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയി എന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര എന്താ പറയുന്നത്, അദ്ദേഹത്തിനോട് ഭയങ്കര അഭിമാനമല്ല എന്നാന്ന് പറയുന്നത്, നമ്മള് ബഹുമാനം തോന്നി. അതെ അഭിമാനമല്ല ബഹുമാനമായത് അത് തോന്നി. അപ്പൊ ഞാനിങ്ങനെ ഓർത്ത് ഓക്കെ വാവ് നൈസ്. അപ്പൊ ഞാൻ പക്ഷെ ആദ്യം ഉടുപ്പിട്ട് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി പുള്ളി ദിഗു ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. കാരണം കവിളും അതുപോലെ ആംസ് മസിൽസ് ഒക്കെ ചെറുതായിട്ട് ലൂസൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ വയറ് ഒറിജിനൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് എന്റെ കണ്ണിന് അത് ഒറിജിനലായിട്ട് ഫീൽ ചെയ്തില്ല. അതിന്റെ എന്തോ ടൈപ്പ്, അതായത് നമ്മൾ ഈ സിനിമകളില് പ്രഗ്നന്റ് ലേഡീസിന്റെ വയറ് കാണിക്കുന്ന പ്രോസ്റ്റേറ്റ് ഉണ്ടല്ലോ,
അതിന് വെക്കുന്ന ഒരു വയറുണ്ടല്ലോ, അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ അത് ഒറിജിനൽ വയറല്ല. ഇതൊക്കെ അഭിനയിക്കുന്ന സ്ത്രീക്ക് വെച്ച് പിടിപ്പിക്കുന്ന വയറാന്ന് നമുക്കറിയാമല്ലോ. എനിക്ക് ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഇനിയിപ്പോ ശരിക്കുള്ള വയറാണെന്ന് എനിക്കറിയില്ല, എനിക്ക് കണ്ടിട്ട് ശരിക്കുള്ള വയറായിട്ട് തോന്നിയില്ല. കാരണം അപ്പർ ബോഡി കളറും ആമിന്റെ കളറും വയറിന്റെ കളറും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇനി അത് നമ്മുടെ ടാൻ ആയതിന്റെ ഇതിലാണെങ്കിലും അത് വയറ് മാത്രം ഡിഫറെന്റ് ആയിട്ട് ടാൻ ആയത്, വയറ് വലുതായിട്ട് നിൽക്കുന്നുണ്ട്, അവിടെ മാത്രം സൺബാസ്റ്റ് ചെയ്ത്. അപ്പർ ബോഡിയൊക്കെ നമുക്കിപ്പം മറ്റേ ബനിയനൊക്കെ ഇട്ട് നടക്കുകയാണെങ്കിൽ കൈയൊക്കെ ടാൻ ആവുമല്ലോ, പക്ഷെ അപ്പം ഇത് കവർഡ് ആയതുകൊണ്ട് ടാൻ അറിയില്ല. അതിനിപ്പോ അങ്ങനെ പ്രത്യേകമായിട്ട് അത് വയറ് മാത്രം ടാൻ ചെയ്യിപ്പിച്ച വല്ല വിദ്യയാണെന്ന് എനിക്കറിയില്ല. വയറെന്തോ ഇച്ചിരി ഒരു കളർ വ്യത്യാസം ഉള്ള പോലെ എനിക്ക് തോന്നി. ഇനിയിപ്പോ അത് എന്റെ അഭിപ്രായമാണ് കേട്ടോ. ഇനിയിപ്പോ ശരിക്കും അദ്ദേഹം വയർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വയറിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എന്റെ കണ്ണിന് അത് എനിക്കത് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എനിക്കത് ഒരു ആർട്ടിഫിഷ്യൽ പ്രഗ്നൻസി വയർ പോലത്തെ വയറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെ അതെ അതെ. പക്ഷെ എനിക്കത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല കേട്ടോ. ഞാനത് ഓർത്ത് ശരി പുള്ളി അതിനൊരു കാര്യം, ഇത് വണ്ണം വെക്കുന്നതാണല്ലോ, അപ്പം പുള്ളിയുടെ ആ ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാതെ ആവശ്യത്തിന് ഫുഡ് അടിച്ച് ഈ കവിള് ആംസ് ആ ഒരു ഏരിയയിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യും. എനിക്കൊന്ന് ചെസ്റ്റ് ഏരിയയിലും ചെറുതായിട്ട് ഒന്ന് ലൂസണപ്പ് ആയിട്ടുണ്ട്, അത് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ വയർ ഐ ഡോണ്ട് തിങ്ക് സോ. അത്രയും വയർ വരണമെങ്കിൽ അത് ബിയർ ബെല്ലിയാണ്. അത്രയും വയർ വരണമെങ്കിൽ പുള്ളി അത് വർഷങ്ങളോളം ഇരുന്ന് അടിച്ചാലും അത് ആ വയർ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് നോ. ഇനിയിപ്പോ ആക്ച്വലി വയറ് വരാൻ വലിയ പാടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മാധവൻ അത് പ്രൂവ് ചെയ്തതാണ്. പക്ഷെ അത് that belly is kind of different. That is a flat belly. This is a beer bought belly. അതാണ് വ്യത്യാസം. From body to body it will be different. നമുക്കത് അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല ഫിസിക്കൽ സൈഡ്. കാരണം മാധവനും അതെ, അമീർ ഖാനും അതെ, ദങ്കലിന് വേണ്ടിയിട്ട് അവര് ദങ്കലും മറ്റേ പടം ഉണ്ടല്ലോ നമ്മുടെ റോക്കറ്ററിക്ക് എത്തും, അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യമേ ബെല്ലി വെച്ചു, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് അവർ കുറച്ചത്. സോ ഇറ്റ്സ് ഓൾവേസ് ഈസി ടു ബിൽഡ് എ ബെല്ലി. അല്ല, ബെല്ലി ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷെ ഇത്രയും ബെല്ലി ഈ ഒരു ഷോർട്ട് ടൈമിൽ വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. അപ്പൊ എനിക്ക് അത്രയും അതിന് മാത്രമുള്ള ജിം വിവരം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് to my eyes it felt fake. I mean it looked fake to me. At least ഒന്നെങ്കിൽ അവർ ആ വയറില് അവര് കൂടെ വെച്ച് പിടിപ്പിക്കാനവല്ല അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തോ ആ ഒരു മേക്കപ്പിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വയറില്. അതായത് അദ്ദേഹം ഫുള്ളി ടാൻഡ് ആണ്, ആ പല്ലിന്റെ ഒക്കെ ഇത് സാധനം അവര് മേക്കപ്പ് വെച്ചിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത് ആ പ്രായമാവുന്ന സമയത്ത്. അപ്പൊ ചിലപ്പം വയറ് അവർ മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവും, ഇനി റിയൽ വയറാണെങ്കിൽ തന്നെ അവർ മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ദാറ്റ് മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ഡിഡ് റോങ് ദെൻ. അങ്ങനെയാണെങ്കിൽ ഇനി ഇൻ കേസ് അത് പ്രോസ്തെറ്റിക് അല്ലെങ്കിൽ പ്രോസ്തെറ്റിക് ആണെന്നാണ് ഗൂഗിൾ പറയുന്നത്. അത് കണ്ടാ അറിയത്തില്ല, അതാ ഞാൻ ചോദിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്ന് അതാ ഞാൻ ചോദിച്ചത്. കാരണം ഇപ്പൊ ഇവൻ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പ്രഗ്നൻസി ബെല്ലിയുമായിട്ട് അതിനെ കമ്പയർ ചെയ്തത്. ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ഇറ്റ് ഈസ് എ ബിറ്റ് ഡിഫറെന്റ്. അതിന്റെ പ്രൊട്രൂഷൻ ഇച്ചിരി ഡിഫറെന്റ് ആണെന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തത്. അവനെ ആദ്യമേ കാണിച്ച് അവൻ ലോറിയിൽ ഓടിക്കയറാന്നില്ല, ആ സമയത്താണ് എനിക്കൊരു ഫേക്ക്നെസ് അതിനെ ഫീൽ ചെയ്തത്. എനിക്ക് ഷർട്ട് ഇട്ടപ്പോ അത്രയും കുഴപ്പം തോന്നിയില്ല, എനിക്ക് സോഫയിൽ ഇങ്ങനെ മലന്ന് കിടന്നപ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ടായിട്ട്. അല്ല, ഞാനത് മൈൻഡ് ചെയ്യാനുള്ള കാരണം നീയാണ്. കാരണം നീ എന്നോട് ബെല്ലിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് പുള്ളിയുടെ യൂഷ്വൽ ആ പീക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്സിലുള്ള ബോഡി അല്ല, കുറച്ച് ലൂസണപ്പ് ആയിട്ടുണ്ട്, ഒരു ഐസ്ക്രീം ഉരുകുന്ന പോലത്തെ ഒരു ഇതാണെന്ന് ഒരു ഫീലിംഗ് തരാൻ വേണ്ടിട്ട് പറഞ്ഞാണ്. ഇച്ചിരി ഓവറായി എന്തോ. അപ്പം ക്യാരക്ടറിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു ഫീലിംഗ് നിനക്ക് വന്നു. ക്യാരക്ടറിന്റെ ആവശ്യമില്ലെന്നല്ല, ക്യാരക്ടർ വാസ് ആക്ച്വലി ഓക്കെ ഫോർ ദ ഫിലിം. പക്ഷെ ടൊവിനോ ചെയ്തില്ലായിരുന്നെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതിന് ടൊവിനോ തന്നെ വേണം എന്നുള്ള നിർബന്ധമൊന്നും എനിക്ക് തോന്നിയില്ല. അത് ഇങ്ങനെ ഒരു ചെറിയ പടത്തിൽ ടൊവിനോ അസോസിയേറ്റ് ചെയ്യുന്ന അതിലല്ല അതിന്റെ ഒരു ത്രില്ല് അവിടെ വരുമ്പോൾ. പക്ഷെ എനിക്ക് ഈ റോളിനേക്കാളും എനിക്ക് ഗപ്പിയിലെ റോള് പുള്ളിയുടെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയായിരുന്നു. ഈ റോൾ എനിക്ക് ആക്ച്വലി ഒരു
എനിക്ക് അറിഞ്ഞൂടാ, എനിക്കത് ഒട്ടും വർക്ക്ഔട്ട് ആയില്ലെന്നല്ല, എനിക്കത് അങ്ങനെ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടൊന്നും തോന്നിയില്ല. ഇറ്റ് വാസ് എ റോൾ, അത്രേ ഉള്ളൂ, അത്ര എനിക്ക് തോന്നിയുള്ളൂ. അതുമല്ല എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഈ ലാഗ്, സെക്കൻഡ് ഹാഫ് ലാഗ് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് ഇവിടെ വന്നിരുന്ന് ചിന്തിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. ടോവിനോയുടെ റോള് ഇറ്റ് വാസ് ഗുഡ് ഫോർ ഇതൊരു ബിൽഡിങ്സ് റോമനാന്ന് വേണേ നമുക്ക് പറയാം. ഇറ്റ് വാസ് വെയർ ആ ഒരു കൊച്ചിന്റെ ചൈൽഡ്ഹുഡ് വളർന്ന് അവനൊരു ടീനേജിൽ എത്തുന്ന അവസ്ഥ വരെയാണല്ലോ കാണിക്കുന്നത്. അപ്പൊ അവിടെ ആ അച്ഛന്റെ, വളർത്തച്ഛന്റെ എന്താണ് ഇമ്പോർട്ടൻസ് ഒക്കെ കാണിക്കുന്നത്, ദാറ്റ് ഈസ് വെരി ഗുഡ്. പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നു ഈ ടൊവിനോയുടെ ക്യാരക്ടറിന്റെ പേസിങ് ഇച്ചിരി കൂടെ ഒന്ന് സ്പീഡപ്പ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. മേ ബി അതായിരിക്കും ആൾക്കാർക്ക് ഇച്ചിരി ഒരു ഡ്രാഗ് ആയിട്ട് തോന്നിയ സെക്കൻഡ് ഹാഫിൽ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബാക്കിയെല്ലാം സ്പീഡിലാണ് പോകുന്നത്. എനിക്ക് ഡ്രാഗ് തോന്നിയില്ല. ആണോ? അത് ബാക്കിയുള്ളതിനെ വെച്ച്. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ള സാധനങ്ങളൊന്നും എനിക്ക് അങ്ങനെ സ്പീഡ് കുറഞ്ഞതായിട്ട് തോന്നിയില്ല. എന്തായിരിക്കും സ്പീഡ് കുറഞ്ഞതായിട്ട് ആൾക്കാർക്ക് തോന്നിയത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഈ ക്യാരക്ടറിന്റെ ആ ഒരു ഏരിയയിലാണ് കുറച്ചൊരു എന്താ പറയുന്ന ഒരു സ്ലോ എന്നല്ല, അതൊരു അതിന്റെ ഒരു maybe it could have, they could have ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സി ഐ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ്. വേറൊരു കാര്യമുണ്ട്, നമ്മൾ സ്ലോ പടങ്ങൾ കാണുന്ന ആൾക്കാരാണ്. വി കൈൻഡ് ഓഫ് വാച്ച് ക്ലാസിക്സ്, വി ആർ യൂസ്ഡ് ടു ഇറ്റ്. പക്ഷെ അങ്ങനെ യൂസ്ഡ് അല്ലാത്ത ആൾക്കാർക്ക്, ഒരു ഫാസ്റ്റ് പേസ്ഡ് ഫിലിം കാണുന്ന ആൾക്കാർക്ക് ഐ ഡോണ്ട് നോ ഹൗ ദേ വിൽ ദിസ് വർക്ക്സ് ഫോർ ദം. അതൊരു കാര്യമുണ്ടല്ലോ. എല്ലാ ദിവസവും ഇപ്പൊ നമ്മള് ഇതിനു വേണ്ടി ഒരുപാട് ക്ലാസിക്സ് കാണാൻ തുടങ്ങിയ ആൾക്കാരാണ്. വി ഡിഡ് സീ ക്ലാസിക്സ് ബിഫോർ ദാറ്റ്. പക്ഷെ ഇപ്പൊ കാണുന്ന ക്വാണ്ടിറ്റിയിൽ നമ്മൾ കാണത്തില്ലായിരുന്നല്ലോ. അപ്പൊ നൗ വി ആർ യൂസ് ടു ദാറ്റ് പേസിങ് ആൻഡ് വി ആർ യൂസ് ടു വെരി സ്ലോ ഫിലിംസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പൊ നമുക്കത് ഓക്കെ ആയിരിക്കും, പക്ഷെ അത് എത്രത്തോളം ബാക്കിയുള്ളവർക്ക് ഓക്കെ ആയിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. അതാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് ചിന്തിച്ചു നോക്കിയത് എവിടെ ആയിരിക്കും. പേഴ്സണലി ADHD ഉള്ള ആളാണ് ഞാൻ. എനിക്ക് സ്ലോ പടം പറ്റത്തില്ലാത്ത ഒരാളായിട്ടും ഞാൻ അത് കണ്ടു. കാരണം ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് വിഷ്വലി എന്നെ പിടിച്ചിരുത്തുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. സോ ആൾക്കാർ എപ്പോഴും ചില സമയത്ത് തിയേറ്ററിൽ പോകുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞ ആ സാധനം എവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം സെർച്ച് ചെയ്യുമ്പോഴാണ് പ്രശ്നം. വെൻ യു ഗോ വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ ഓർ വെൻ യു ലൈക്ക്, ഞാൻ ചിലപ്പോൾ ചില സിനിമ കണ്ടു തുടങ്ങുന്ന സമയത്തില്ല ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ അങ്ങ് മറന്നു പോകും. I just forget it and I indulge in the film. So ആ ഇൻഡൽജിങ് ഫാക്ടറും, അതായത് ഒരു ചെറിയ സാധാരണ പടം, അത് മറ്റേ നമ്മുടെ മിഷ്കിൻ പറയത്തില്ലേ, ബാലയുടെ ഏതൊരു പടം, പിതാമകനും ബ്രഹ്മാണ്ഡ പടം, അതിലെ മനിത ബ്രഹ്മാണ്ഡങ്ങൾ ഇരുന്നാങ്ക എന്ന് പറയത്തില്ലേ, മിഷ്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്ന് പറയുന്ന പോലെ ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു ഓസ്കാർ സബ്മിഷന് പോയാൽ അത്ഭുതം തോന്നത്തില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഗ്രൗണ്ടഡ്. ഇറ്റ് ഈസ് ഓണസ്റ്റ് ടു ദ പ്ലോട്ട്. ആ സെക്കൻഡ് ഹാഫിന് ആ ടോണൽ ഷിഫ്റ്റ് വന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എൻ്റെ മെയിൻ റീസൺ ഐ ലൈക്ക് ദ ടോണൽ ഷിഫ്റ്റ്. കാരണം ആ കൊച്ചു വലുതായി, ആ സെർച്ചിങ്ങും അത്രയും വർഷത്തോളം അവർ വെയിറ്റ് ചെയ്തൊന്ന് കാണിക്കുന്ന ആദ്യത്തെ അതേ മൂഡിൽ തന്നെ കൊണ്ടുപോകായിരുന്നെങ്കിൽ it would have been a very predictable film in my opinion. I don't think people have problem with the tonal shift. I think it's the pacing. എന്നെ സംബന്ധിച്ച് ആ ഒരു അറിയില്ല. സ്ലോ ബേൺ മൂവി ഐ ലൈക്ക് സ്ലോ ബേൺസ്. ഇപ്പൊ കിഷ്കിന്ദ ആണെങ്കിലും അങ്ങനെ ആയിരുന്നല്ലോ. അത് കിഷ്കിന്ദ ആണെങ്കിലും സ്ലോ ബേൺ ആയിരുന്നു. ഈക്കോ ആണെങ്കിലും എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി. ഈക്കോ പിന്നെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഫാസ്റ്റ് പേസ്ഡ് ആയിരുന്നു. പക്ഷെ ആൾക്കാർക്ക് എന്തോ കിഷ്കിന്ദയും എക്കോയും കുറച്ചും കൂടെ ഇതിനേക്കാളും ഇഷ്ടംന്നതിനേക്കാളും ഇതിന് കുറച്ചുകൂടെ മിക്സ്ഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ കേട്ടത്, അല്ലേ? അതാണ്. അതും ഒരുപാട് പേര് മഞ്ഞുമൽ ബോയ്സ് ഒക്കെ തല വെച്ചുകൊണ്ടൊക്കെ പോകുന്നവരും ആക്ച്വലി മഞ്ഞുമൽ ഓൾസോ വാസ് നോട്ട് ലൈക്ക് ഒരു എന്താ പറയുന്ന ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ ഫിലിം. പിന്നീടല്ലേ എന്റെ ഒരു ഇത് വന്നത്. ഞാൻ മഞ്ഞുമൽ ബോയ്സ് കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ വിചാരിക്കുന്നതിന് മുന്നേ പടം തീർന്നു. അത് ഭയങ്കര സ്പീഡായിരുന്നു. ഇത് പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട തന്നെ ഇതിന്റെ ഫ്ലോ ആയിരുന്നു. പതിയെ പറഞ്ഞു പോയതാ. അതാ ഞാൻ പറഞ്ഞത്. ആൻഡ് ബിക്കോസ് വി ആർ യൂസ് ടു ഇറ്റ്, മേ ബി അതായിരിക്കും നമുക്കത് ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. അത് എല്ലാവർക്കും അത് അങ്ങനെ ആകാനുള്ള ചാൻസസ് കുറവായി. മേ ബി അവിടെ അതുകൊണ്ടാണ് ഞാൻ കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് സെക്കൻഡ് ഹാഫ് വർക്ക് ആവാഞ്ഞേ.
എന്ന് ആലോചിച്ചപ്പോ എനിക്ക് ഐ പേഴ്സണലി ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ദ ഏരിയ പണ്ട് വേർ ടോവിനോസ് ക്യാരക്ടർ ആക്ച്വലി ഗോട്ട് പ്ലേസ്ഡ് പണ്ട് എന്ന് എനിക്ക് ഗൗതം ഫീൽ മേനോൻ ഗോട്ട് ഇൻ ടു ട്രബിൾ ഫോർ സേ നല്ല തൂങ്ങിട്ട് വാങ്ങ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏത് സിനിമയെ പുള്ളിയുടെ കുറിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? വെന്ത് തണിന്തത് കാട് ഇറങ്ങിയ ഓ സമയത്ത് കാരണം പുള്ളിയുടെ പടങ്ങളിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ്. അതിനകത്ത് ഒരു കുറച്ചുകൂടെ ഒരു ഡ്രാമയുണ്ട്. ഇറ്റ്സ് എ ഗാങ്സ്റ്റർ ഡ്രാമ, ഇറ്റ്സ് എ പ്രോപ്പർ ഗാങ്സ്റ്റർ ഡ്രാമ. അപ്പൊ അത് കണ്ടപ്പോൾ പുള്ളി പറഞ്ഞ് ഇറ്റ്സ് മാസ് ഫിലിം എന്നുള്ള പുള്ളി പറയുന്നുണ്ട്. അപ്പൊ പുള്ളി നല്ലതായിട്ട് ഉറങ്ങി റെസ്റ്റ് ഒക്കെ എടുത്തിട്ടുമാണ് രാവിലെ വന്നിട്ട് ഇത് അങ്ങനെ ഇരുന്ന് സ്ലോലിയാ. എനിക്ക് ആക്ച്വലി ആ സ്ലോ ബിൽഡപ്പ് ഇഷ്ടമാണ്. പക്ഷെ സ്ലോ ബിൽഡപ്പ് ആണെങ്കിലും ഐ വോണ്ട് ടോളറേറ്റ് ബുൾഷിറ്റ്. അൺനെസസറി സ്ലോ ആക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ സ്ലോ ബിൽഡപ്പിൽ ഇപ്പം പഴയ മണിരത്നം പടങ്ങൾ കണ്ണത്തിൽ മുത്തമിട്ടാൽ ഇറ്റ്സ് നോട്ട് എ ഫാസ്റ്റ് ഫിലിം, ഇറ്റ്സ് എ വെരി സ്ലോ ഫിലിം. പക്ഷെ ആ സ്ലോ ഫിലിമിൻ്റെ അകത്തും ആ കഥ പറഞ്ഞു പോകുന്ന രീതി ഉണ്ടല്ലോ, ആ ഒരു ഫ്ലോ, ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക്. കണ്ണത്തിൽ മുത്തമിട്ടാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് അതിൻ്റെ അകത്തിലെ എന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ കൊച്ചിനോടുള്ള വൈരാഗ്യമായിരുന്നു. എനിക്ക് അതിന്റെ അമ്മയെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞപ്പോ തൊട്ട് എനിക്ക് ആ കൊച്ചിനോട് അൾട്ടിമേറ്റ് വൈരാഗ്യമാണ് തോന്നി. അത് അവസാനം വരെ എന്റെ മനസ്സിലുണ്ട്. എന്നെ അതാണ് ഡ്രൈവ് ചെയ്തത് ആ പടത്തിൽ. ഇത്ര വൃത്തിയായിട്ടൊരു ഇറിറ്റേറ്റിംഗ് കൊച്ച്. എന്നാ അതിനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, അതിന് എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റി ഉള്ളൊരു കൊച്ചാ. ഇല്ലെന്ന് അല്ല, അത് തെറ്റാണെന്ന് പറഞ്ഞതല്ല. പക്ഷെ പേഴ്സണലി ആ അച്ഛന്റെ അമ്മ അയാളങ്ങ് പോട്ടെ, അയാള് പിന്നെ അങ്ങ് എന്തേലും ആട്ടെന്ന് വിചാരിക്കും. ആ പെണ്ണുമ്പിള്ളോട് കാണിക്കുന്ന ആ ഒരു എനിക്ക് മനസ്സിലായി ഒരു കുഞ്ഞിന്റെ വികാരമാണ് ഇത്. പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ, സിനിമയെ കുറിച്ചുള്ള ഒപ്പീനിയൻ അല്ല, ഞാൻ ആ കൊച്ചിനെ കുറിച്ച് പറഞ്ഞത്. എനിക്ക് മനസ്സിലായി കുഞ്ഞാണ്, എന്റെ മനസ്സിൽ ഇങ്ങനത്തെ ഫാസിനേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് ഓക്കെയാണ്. പക്ഷെ അവിടെ ആ സ്ത്രീ അവരുടെ കൊച്ചിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഈ കുഞ്ഞിനെ നോക്കുന്നത്. അവരെ മാധവൻ കല്യാണം കഴിച്ചത് തന്നെ ഈ കൊച്ചിന് വേണ്ടിയാണ്. എന്നിട്ട് ഇവള് കണ്ടോണ്ടിരുന്നപ്പോ ഐ വാസ് ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആസ് എ പേഴ്സൺ. ആണ് അതൊക്കെ നമുക്കറിയാം, അതൊക്കെ ഓക്കെ. ഐ വാസ് ഫ്രസ്ട്രേറ്റഡ് ഫോർ ഹെർ എന്നുള്ള രീതിയിൽ. ഐ വാസ് ഫ്രസ്ട്രേറ്റഡ് ഫോർ എന്നിട്ടും ആ ശ്രീലങ്കൻ portion of the film was the eye-opening factor to the kid. ഇനി എനിക്ക് വേണ്ട, അമ്മയെ കാണണ്ട, ഇനി തിരിച്ചു പോയാൽ മതി എന്നുള്ള ലെവലിൽ വരെ തോന്നി. അപ്പോഴാണ് ആ കൊച്ചു ഗ്രേറ്റ്ഫുൾനെസ് പഠിച്ചത്. She was turning, she had nothing, she was again turning to സിമ്രാൻ അല്ലേ. സിമ്രാനിലോട്ട് തന്നെയാണ് ആ കൊച്ചു പിന്നെയും തിരിഞ്ഞത്. കാരണം അവന് മനസ്സിലായി അതിന്റെ അമ്മ എന്ന് പറയുന്നത് വളർത്തിയത് ഈ പുള്ളിക്കാരിയാ. ദാറ്റ് ഇസ് ദ റിയൽ മോം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. സിമ്രാൻ ഇസ് ദ റിയൽ മോം. ശ്രീലങ്ക വരെ ചെന്ന് കഴിഞ്ഞ് പട്ടിവില കിട്ടിയപ്പോഴത്തേക്കാണ് മനസ്സിലായത്. അതായത് ഞാൻ ആ പടത്തിനെ അല്ല കുറ്റം പറയുന്നത്, ഞാൻ സിമ്രന്റെ അവസ്ഥേനെ എനിക്ക് എംപതൈസ് ചെയ്ത് എനിക്കങ്ങ് സങ്കടം വന്നതാ. ഞാൻ കുറെ അമ്മമാർക്ക് കുറെ പിള്ളേരുടെ അടുത്തൊന്ന് കിട്ടാത്ത സ്നേഹം കുറെ പ്രായം കഴിയുമ്പോ അവരൊരു അമ്മയെ കഴിയുമ്പോഴോ അല്ലെങ്കിൽ അവര് ഒരു ജീവിതത്തിന്റെ ഫേസിൽ കൂടെ പോകുമ്പോഴാണ് തിരിച്ചു കിട്ടുന്നത്. അത് പാരന്റ്സിന്റെ ഞാൻ ബേസിക്കലി പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ആ സ്ലോ പേസിലുള്ള ഇപ്പം ഞാൻ പറയാം എന്റെ കസിന് ഷീ ലൈക്സ് മൂവീസ്, ഷീ ലൈക്സ് ഫിലിംസ്, ബട്ട് ഐ റെക്കമെൻഡഡ് ഹർ ടു. എന്റെ ചോദിച്ചു എല്ലാവരും ഇൻട്രസ്റ്റെല്ലാറിനെ പറ്റി പറയുന്നുണ്ടല്ലോ, അത് ഞാൻ കാണുന്നത്. വാച്ച് ഇറ്റ്, ഇറ്റ്സ് എ ഗുഡ് ഫിലിം. ഐ മീൻ ഐ ലവ് ഇറ്റ്. ഇറ്റ്സ് ഈസിലി വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് നോളൻ ഫിലിം. ഐ കൻ ഈസിലി സേ ദാറ്റ്. അത് ഞാൻ അവളോട് കാണാൻ പറഞ്ഞു. ആൻഡ് അഗൈൻ ഇറ്റ്സ് എ ഡാഡി ഡോട്ടർ കൈൻഡ് ഓഫ് എ മൂവി മോർ ദാൻ എ സ്പേസ് ഓഡിസി. സോ ആ പടം കാണാൻ പറഞ്ഞു. ഷീ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. She didn't like it. She found it boring. Possible ആണ്. Yeah. So അതുകൊണ്ട് ആൾക്കാര് നോളൻ ഫിലിംസ് ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരെ എനിക്ക് അറിയാം കേട്ടോ. ഇതെന്ത് ബുൾഷിറ്റാണ് ഇത്. അല്ല, ഞാൻ എന്റെ ബ്രെയിൻ യൂസ് ചെയ്യാതിരിക്കാനാണ് സിനിമ കാണുന്നത്. പിന്നെ ഞാൻ ഈ സിനിമ കാണുമ്പോ ഇത് ഉപയോഗിക്കണം എന്ന് പറയുന്നത് എന്തൊരു അനീതിയാണെന്ന് പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് ഡ്യൂൺ ഇഷ്ടമില്ലാത്തവരുണ്ട്. people who don't like Dune. അല്ല, എന്റെ ഒരു കൊളീഗ് ഉണ്ട്, അവൻ പറഞ്ഞത് ഡ്യൂൺ ഭയങ്കര വോക്ക് ആക്കി എന്ന് പറയുന്നത്. ആ വോക്ക് അതിന്റെ അകത്ത് ഫോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവന് ഇഷ്ടമല്ലാത്തത്. എനിക്ക് അതിന്റെ അകത്ത് വോക്ക് എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. ഐ ഫൗണ്ട് ഇറ്റ് ലൈക്ക് എ വെരി ബിബ്ലിക്കൽ, വെരി ഒരു മിസൈക് ഫിഗറിനെ ഉണ്ടാക്കി വരുന്ന
ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ട ഡ്യൂൺ 1-2 ഇപ്പൊ കാണുമ്പോൾ 3 ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. അത് ആ മൊത്തം സിനിമ ആക്കാൻ പറ്റത്തില്ല, അത് TV സീരീസ് ആക്കാൻ തന്നെ പാടാം. അപ്പം അത് അഗൈൻ ഡ്യൂൺ ഇസ് ഓൾസോ വെരി സ്ലോ ബേൺ, കുറച്ച് സ്ലോ ബേൺ ആണ്, എൻഗേജിങ് ആണെങ്കിലും അത് പതിയെ അത് കഥ പറഞ്ഞു പോകുന്നത്. സെക്കൻഡ് വരെ വന്നു എനിക്ക് ഫസ്റ്റ് ശരിക്കും ഇഷ്ടപ്പെടാൻ, ഫസ്റ്റ് ഇഷ്ടപ്പെട്ടു. പക്ഷെ സെക്കൻഡ് വന്നപ്പോഴത്തേക്കും ഫേസ്റ്റിൻ്റെ അകത്ത് അവന്റെ ആ ഒരു ക്യാരക്ടർ ആർക്ക് മനസ്സിലായി. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വന്നത് ഡ്യൂഡെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ അതൊരു സർപ്രൈസ് ആയിട്ട് പറഞ്ഞപ്പോഴാണ് ഡ്യൂഡിന്റെ സെക്കൻഡ് പാർട്ടും വരുന്നുണ്ട്. സീരിയസ്ലി നീ വെറുതെ ചുമ്മാ ഇങ്ങനൊക്കെ പറയാതെ നീ എന്തോന്നു നീ അതാണ് ശരിക്കും വരുന്നുണ്ട്. എനിക്കൊന്ന് പുള്ളി അതിന്റെ അകത്ത് മിസ്സായി പ്രദീപ് രംഗനാഥ്. നീ അതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടോ? നീ സത്യം പറ. ഞാൻ കണ്ടു. ഞാൻ ആവറേജ് ഡ്യൂഡ് എൻജോയർ ഞാൻ കണ്ടായിരുന്നു. ആരോടും ചെന്ന് പറയരുതെന്ന് പറയണമെന്നുണ്ട്, അത് പോഡ്കാസ്റ്റിൽ തന്നെ ആക്ച്വലി ഐ എം ക്വൈറ്റ് സ്കേർഡ് ടു സേ ദാറ്റ് ഐ എൻജോയ്ഡ് ഡ്യൂഡ് എന്നുള്ളത്. കാരണം ഞാൻ എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ടാ പിന്നെ ആലോചിച്ച വാട്ട് ദ ഫക്ക് ഡിഡ് ഐ വാച്ച് എന്നുള്ള രീതിക്ക്. അല്ല, അത് എനിക്ക് കണ്ടോണ്ടിരുന്നപ്പോ തന്നെ തോന്നിയായിരുന്നു. പക്ഷെ ഗ്ലോറി ഞാനത് പറ്റത്തില്ല, എനിക്കത് കണ്ടു തീർക്കാൻ പറ്റിയില്ല. ഞാൻ കണ്ടോണ്ടിരുന്നപ്പോ തന്നെ എനിക്ക് എനിക്ക് അറിഞ്ഞൂടെ എന്തോ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഐ ഫെൽറ്റ് ഡിസ്കസ്റ്റഡ് വാച്ചിങ് ദ ഫിലിം. ഐ ഡോണ്ട് നോ, അത് ഞാൻ ഇനിയിപ്പോ എത്ര ഫോർവേഡ് തിങ്കിങ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് അയ്യോ അതെനിക്ക് വയ്യ. അതിന്റെ ട്രോള് ഞാൻ കണ്ടു, അത്ര അത് കണ്ടപ്പോ എനിക്ക് മതിയായി. ട്രോള് മാത്രം മതിയായിരുന്നു, അതിന്റെ ആവശ്യമുള്ളൂ. പടം പൊട്ടിയിട്ടും പ്രൊഡ്യൂസറിനെ കിട്ടുന്ന വൺ ഓഫ് ദ അപൂർവ ഡയറക്ടേഴ്സിലൊന്നാണ് വിഘ്നേഷ് ശിവനാണ്. കമ്മിങ് ബാക്ക് ടു നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയേ. അല്ല, ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, അതായത് ടൊവിനോയുടെ ക്യാരക്ടർ അവസാനം പിടിക്കപ്പെടുന്നുണ്ടല്ലോ, അപ്പൊ അതിലെങ്കിലും ശരിയാ എന്തോ താക്കോല് കൊടുക്കുന്നുണ്ട്. എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. പയ്യൻ ലാലിനെ ചെന്ന് ഇടിച്ചിട്ട് ലാലിന്റെ പോക്കറ്റിൽ നിന്ന് താക്കോൽ എടുത്ത് അവന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അവൻ കള്ളനാണല്ലോ ബേസിക്കലി, എല്ലാം കള്ളനാണ്. അപ്പൊ അവനോട് നീതി പുലർത്തി, അത് ചെയ്യേണ്ടത് ചെയ്തു. എന്നിട്ടാണ് അവൻ അവന്റെ അമ്മ ഓടിയത്. ഞങ്ങൾക്ക് ആർക്കെങ്കിലും അത് അവിടെ ഒരു ടൊവിനോയ്ക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഫീൽ ചെയ്തോ ചെറുതായിട്ട്? കാരണം അവൻ എടുത്ത് ആടിയ പോലെ വന്നത്. കഷ്ടമുണ്ട്. ശരിയാണ്. ഇപ്പൊ നീ പറഞ്ഞപ്പം എനിക്കും ഓക്കെ ശരിയാ, പോസിബിലിറ്റി ഓഫ് അനദർ സൈക്കിക് ഡിസോർഡർ. ശരിയാണ്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അമ്മയെ കണ്ട് അപ്പൊ തന്നെ, അതായത് ആ ജയിലിലുള്ള ആ സ്ത്രീയെ കണ്ട് കഴിഞ്ഞിട്ടോ അപ്പൊ തന്നെ അവൻ ഇറങ്ങി ഓടിയപ്പം തന്നെ ഒരു ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്ത പോലെ. എന്നിട്ട് അവൻ അവിടെ ചെന്നിരിക്കുമ്പോഴാണ് മറ്റേ ഡയലോഗ് ഫോർ ഷാഡോ ചെയ്യുന്നത്. അവിടെ എത്ര വൈകിയാലും അമ്മ അവിടെ കാണുന്നു. അതായത് അവൻ ആദ്യമായിട്ട് ആ ബസ് സ്റ്റോപ്പിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം വന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരാളിങ്ങനെ തലയിൽ മൂടി കെട്ടി നിൽക്കുന്നതായിട്ടൊരു ചെറിയ ഗ്ലിംസ് ഉണ്ട്. അപ്പൊ അവന് ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ട് അവൻ തിരിഞ്ഞു പോവാ. അവൻ കുറച്ചുകൂടെ നേരം അവിടെ ഇരുന്നിരുന്നെങ്കിൽ ചിലപ്പോ അവൻ അവന്റെ അമ്മ അവിടെ ഇട്ടിട്ടായിരുന്നു. അപ്പൊ തന്നെ ഡയറക്റ്റഡ് ബൈ റോബർട്ട് ബി വേൾഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ജൂനിയർ ലാലിന്റെ അവസ്ഥയാണ് കുറച്ച് ഭീകരം. എന്തോ വലിയ വിക്ടറി എന്തോ നേടിയതുപോലെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പയ്യനൊന്നും പറഞ്ഞില്ല, എന്റെ അമ്മ അല്ലെന്നൊന്നും പറഞ്ഞില്ല. നീ ഇവിടെ പുള്ളി ഓർത്താണ് ഇവന് ഭ്രാന്തായോ നമ്മയുടെ അവസ്ഥ കണ്ടിട്ട്, ഇവരെന്താ ഓടുന്നത്. അതിനി മനസ്സിലിങ്ങനെ കിടന്നൊരു ചോദ്യമായി മുഴച്ച് എപ്പോഴേലും പുള്ളി കണ്ടുപിടിക്കുവോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ ബേബി പുള്ളിയുടെ ക്രീപ്പി ചിരി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, അത് കൊള്ളായിരുന്നു. നൈസ്. എന്തൊക്കെയോ പുള്ളി മിടുക്കനാണല്ലോ. മറ്റേ പടത്തിന്റെ ഇതുപോലത്തെ ഒരു പടമുണ്ട് പുള്ളിയുടെ, എന്താണ്ട് ഒരു വട്ടപടം ഉണ്ട്, എനിക്ക് അണ്ടർ വേൾഡിലാണ് അങ്ങനെ എന്താണ്ടൊരു ഇതുപോലത്തെ എനിക്ക് ആക്ച്വലി അത് കണ്ടപ്പോഴത്തേക്കും ഇവര് മറ്റേ പ്രീക്വൽ എടുക്കണമെന്ന് തോന്നിപ്പോയി. ദുൽഖറിനെയും ലാൽ ജൂനിയറിനെയും വെച്ചിട്ട് ബ്ലാക്കിന്റെ പ്രീക്വല്. കുംബാരിയും
ഇവരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുമ്പാരി ആവുന്നതെന്നുള്ളത് കാണിക്കുന്നത്. കാരണം അവർക്കൊരു ബ്ലഡ് ഫിൽഡ് ഹിസ്റ്ററി ഉണ്ട്. മറ്റേ ചക്രം വെച്ചവനെ കണ്ടപ്പോ അല്പം മനസ്സാവാൻ തോന്നി. ഹിസ്റ്ററി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പോളിയുടെ ഹിസ്റ്ററി പോളിയുടെ ഹിസ്റ്ററി വേണം കാണിക്കാത്തോ. ഡ്രഗ് പുഷറാണ്, നിർമ്മാണ വിതരണം, തീർച്ചയായും. ആക്ച്വലി അത് പോസിബിൾ. പിന്നെ ഈ ബ്ലാക്കിന്റെ അതിന്റെ എന്താണ്ട് റീ റിലീസ് ഏതാണ്ട് വരുന്നുണ്ടെന്ന് എന്നാണ്ട് ഞാനിങ്ങനെ കേട്ടായിരുന്നു. ഒരു റീമാസ്റ്റർ ചെയ്തോ അങ്ങനെ എന്താണ്ട് വരുമെന്നും എന്തോ പറഞ്ഞു കേട്ടായിരുന്നു. ഡിസർവ് ചെയ്യുന്നൊരു പടമാണ് കേട്ടോ, നല്ലൊരു സിനിമയാണ്. എന്താണ് ഞാൻ എന്താണ്ട് പറയാൻ വരികയായിരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ടൊവിനോയുടെ ക്യാരക്ടർ തുടക്കത്തിൽ കാണുമ്പോഴത്തേക്ക് ഇയാള് പിന്നെ പറഞ്ഞു പറ്റിക്കുന്നതാണോ എന്നുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടെങ്കിലും പുള്ളി ആക്ച്വലി അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള ഒരു നല്ലതായിരുന്നു. അതെ അതെ, അത് എനിക്ക് ആക്ച്വലി ഉണ്ടല്ലോ. ഞാനതാണ് പറയാൻ വന്നത്. നിങ്ങൾക്ക് ട്വിസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ട്വിസ്റ്റിച്ചോ നിങ്ങളെ? ട്വിസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് അമ്മയല്ലായിരുന്നു എന്നുള്ള ട്വിസ്റ്റ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയോ? അതായത് നിങ്ങളത് നേരത്തെ ആന്റിസിപ്പേറ്റ് ചെയ്തായിരുന്നു? ആ പെണ്ണുമ്പിള്ളേനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പുള്ളിക്കാരി യൂസ് ചെയ്യും എന്നുള്ള ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരിയാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളത് എനിക്കത് പോയിന്റ് എത്തിയപ്പോ മനസ്സിലായ. കറക്റ്റ് ആ പോയിന്റ് എത്തിയപ്പോ പുള്ളിക്കാരിയെ കാണിക്കുന്നതിന് മുന്നേ എനിക്ക് മനസ്സിലായി. കാരണം അങ്ങനെ മനസ്സിലായി. അവൻ അങ്ങോട്ട് കാണാൻ പോകുന്ന പോയിന്റിൽ മനസ്സിലായി. പക്ഷെ അതിനു മുമ്പേ അത് ഗസ് ചെയ്തോന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്റെ ബ്രെയിൻ ഹൈലി ഇമാജിനേറ്റീവ് ആൻഡ് ഓവർ തിങ്കിങ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് ആ വീട്ടിലേക്ക് ഇവൻ അമ്മയെ അന്വേഷിച്ച് പോയി കഴിഞ്ഞിട്ട് ഈ പറമ്പിൽ മാങ്ങ വെക്കാൻ വരുന്ന പിള്ളേർ, വളർന്നു വലുതായിട്ടുള്ള പിള്ളേരോട് ചോദിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സ്ത്രീയെ പിടിച്ചോണ്ട് പോയി എന്നൊക്കെ പറയുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ. അപ്പൊ ആ സമയമൊക്കെ ആയപ്പോഴത്തേനുമേ എനിക്കൊരു ഞാൻ ഈ സാധനം ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. എന്താ അറിയത്തില്ല, ഞാൻ കുട്ടിയുടെ ഡ്രസ്സൊന്നും കിട്ടിയില്ല അവിടുന്ന്. അത് പറഞ്ഞപ്പോഴും ശരിയാ, പക്ഷെ ഇവര് ഈ കുട്ടീനെ കാണാനില്ല. അത് ചിലപ്പോ അത് ഞാനിങ്ങനെ പിന്നീട് ആലോചിച്ചു. കുട്ടിക്ക് വേണ്ടിയിട്ട് ഇവര് കിടന്ന മറ്റേ ഇതില് കിടന്ന് കരച്ചിലായിരുന്നു എന്നുള്ളത്. അത് ചിലപ്പോ ആ പുള്ളിക്കാരത്തിയുടെ ഒരു ബാക്ക് സ്റ്റോറി ആയിരുന്നായിരിക്കും. അവർക്ക് കുട്ടീനെ നഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ കൂടുതൽ സൈക്കോട്ടിക് ആയി മാറിയത്. ഞാൻ പിന്നെ ആലോചിച്ചേ, പുള്ളിക്കാരത്തിക്ക് ഒരർത്ഥത്തില് ബസ് സ്റ്റാൻഡില് നിൽക്കുന്ന അവരുടെ പഴയ അവസ്ഥേനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണ് ഇവിടെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും അത് അങ്ങോട്ട് നല്ല അവസ്ഥയോ അല്ല. കാര്യം ഒരുമാതിരി ഒരു സെല്ലില് കിടക്കുന്ന ഒരു ഇതാണല്ലോ, അതൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റോ അല്ല. ഇത് എനിക്ക് അറിയത്തില്ല ജയിലിനകത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിലും ബസ് സ്റ്റാൻഡില് ഒരു ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് അത്രയും ആൾക്കാരെങ്ങനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതെന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ബ്രെഡ് കൊടുത്തപ്പോ ആ സ്ത്രീ ആ ID കാർഡ് അവർക്ക് കൊടുത്തു. അപ്പൊ അതുപോലെ ഒരു എന്ത് രീതിയിൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ രീതിയിൽ പറയുമ്പോ നീ പറഞ്ഞാലൊരു ന്യായമുണ്ട്. ജയിൽ സെല്ലോ ആ രീതിയിൽ ആലോചിച്ചപ്പം അതിനേക്കാൾ അവർ കുറച്ചുകൂടെ സേഫ് ആണ് ഇവിടെ. ഫുഡ് ഉണ്ട്, ഷെൽട്ടർ ഉണ്ട്, പിന്നെ നോക്കാൻ ആൾക്കാരുണ്ട്, മെഡിക്കൽ കെയറും കിട്ടുന്നുണ്ട്. അവർക്ക് ശരിക്കും എന്താ ചെറിയ സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടല്ലോ, ചെറുതല്ല സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടല്ലോ. അപ്പൊ അവിടെ മെഡിക്കൽ കെയറും കിട്ടുന്നുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോഴത്തേനും ബസ് സ്റ്റാൻഡിലുള്ളതിനേക്കാളും ബെറ്റർ അവസ്ഥയാണെന്ന് വേണേ പറയാം. ഓവറോൾ പിന്നെന്താണ് വേറെന്താ ട്വിസ്റ്റിച്ചില്ലായിരുന്നു എന്നുള്ളത് ഒരു കുറച്ച് പേരുടെയൊക്കെ പ്രശ്നമായിരുന്നു. കാരണം അത് എനിക്ക് ആക്ച്വലി ആ ട്വിസ്റ്റിച്ചില്ലാത്തതും എനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. അതായത് ഞാനത് നേരത്തെ ആന്റിസിപ്പേറ്റ് ചെയ്താലും എനിക്കത് പ്രശ്നമില്ല, അതൊരു പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ സൈക്കോളജിക്കൽ ത്രില്ലർ ആണ് എന്ന് പറഞ്ഞപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഇത് പറയുമ്പം വേണമെങ്കിൽ നമുക്കത് ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആണെന്ന് വേണമെങ്കിൽ, അത് നേരത്തെ ആന്റിസിപ്പേറ്റ് ചെയ്തവർ അല്ലെങ്കിൽ നേരത്തെ അത് ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് ഗസ് ചെയ്തവർക്ക് മേ ബി ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാക്കാനുള്ള ചാൻസ്. ഡയറക്ടർ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ വിക്കിപീഡിയ പേജിലൊക്കെ സൈക്കോളജിക്കൽ ത്രില്ലർ എന്നും പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്.
അത് വിക്കിപീഡിയ. കാരണം എന്താ വെച്ചാൽ സൈക്കോളജിക്കൽ ചിദംബരം പറഞ്ഞിട്ടേ ഇല്ല. ഡ്രാമ ത്രില്ലർ എന്നും പറഞ്ഞുകൊണ്ടാണ് ബാലൻ എടുക്കുന്നത്. ഇറ്റ്സ് മോർ ഓഫ് എ ഡ്രാമ. ഇമോഷണൽ ഡ്രാമ. എനിക്ക് തോന്നുന്നു IMDb-യിലും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ അങ്ങനെ തോന്നുന്നത് പോലെ. സൈക്കോളജിക്കൽ ത്രില്ലർ ഫാക്ടർ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഓക്കെ ആൾക്കാർ ഡിസപ്പോയിന്റഡ് ആയി എന്ന് പറയുന്നത് ഓക്കെ നേരത്തെ ആന്റിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ ഭയങ്കര മിസ്റ്ററി ത്രില്ലർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഞാൻ നേരത്തെ ആന്റിസിപ്പേറ്റ് ചെയ്തെങ്കിലും എനിക്കതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നില്ല കേട്ടോ. എനിക്കത് ഓക്കെ ആയിരുന്നു. അത് കുഴപ്പമില്ല. ആ സ്ത്രീ ആക്ച്വലി കാൽക്കുലേറ്റീവ് ആണ്. അവരത് ചെയ്തില്ലെങ്കിലാണ് അവരൊന്നും അതിനെ, അതായത് അവര് ഈ പ്ലാനിങ് നടത്തിയില്ലെന്നുണ്ടെങ്കിലായിരിക്കും ചിലപ്പോൾ ഞാൻ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവുക. എനിക്ക് ആ ഒരു ഫീലിംഗ് ആണ് കിട്ടിയത്. അതായത് ആ കാര്യം തുടക്കം തൊട്ടേ അത് കാണിക്കുന്നുണ്ടല്ലോ അവരെന്തുമാത്രം ഇതിലൂടെ പോകുന്നുണ്ടെന്ന്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനും എന്തെങ്കിലും ഒരു കൗണ്ടർ മെഷർ അവരെടുത്തിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ അമ്മച്ചീനെ അത് പുള്ളിക്കാരി അമ്മച്ചി പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ കുഴിച്ചിട്ടപ്പോൾ ഞാൻ അതൊരു മാതിരി മീൻസ് അമ്മച്ചി പ്രായമുള്ള ആളാണ്, അസുഖം വന്ന ആളാണ്, അവര് മരിച്ചു പോയെന്ന് തന്നെ അവർക്ക് വേണമെങ്കിൽ പിന്നെ അവർക്ക് അവിടുന്ന് പോകണ്ട വരുമല്ലോ ആ കൊച്ചിനെ നിൽക്കാൻ. അല്ല അത് അല്ലേലും പറ്റത്തില്ലല്ലോ. അമ്മച്ചീനും പോയാലും ഇപ്പം ബന്ധുക്കൾ വല്ല കാലത്തെ വരുള്ളെന്ന് പറഞ്ഞാലും മനസ്സിലായി. ആ പിള്ളേരൊക്കെ വരുന്നതും ഇവരത് അമ്മച്ചി അവിടെ ഉണ്ടെന്നുള്ള ഒരു ഫീലിംഗ് കൊടുക്കണമുണ്ട്. അത് എത്ര കാലം അത് കൊണ്ടുപോകാൻ പറ്റും? ഏതെങ്കിലും ഒരു പോയിന്റിൽ ആൾക്കാർക്ക് ഒരു ഇത് തോന്നത്തില്ലേ? എപ്പോഴെങ്കിലും അതത്ര ഒരു സേഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലല്ലോ. അല്ല പിന്നെ പുറം ലോകമായിട്ട് അവിടെ ഒരു മനുഷ്യനും വരാത്ത വല്ല ഐലൻഡോ വല്ലതും ഒക്കെ ആണെങ്കിൽ പിന്നെ ഉണ്ട്. ഇതങ്ങനെയല്ലല്ലോ. അവിടെ ആ ഏരിയയിലോട്ട് അങ്ങനെ ആൾക്കാർ വരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും അവരെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മോനിങ്ങനെ എന്താ പറയുന്നത് ഫോണിൽ വിളിച്ച് അന്വേഷിക്കുന്ന ഉള്ളെങ്കിലും നല്ല മികച്ച മോൻ. അല്ലാതെ അമ്മച്ചി എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരി സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ ചുമ്മാ പറഞ്ഞാന്ന്. അമ്മച്ചി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് അമ്മച്ചിയെ ഫസ്റ്റ് ഡയലോഗിലെ ഞാൻ ഇംപ്രസ്ഡ് ആയി. അമ്മച്ചിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. അമ്മച്ചി മരുന്നെടുക്കാതെ സ്വയം അവരമ്മച്ചിക്ക് ആ വാഴയുടെ ഇടയിൽ കുഴിച്ചിടുന്ന പരിപാടി ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഞാനൊരു ചെടിയായി മുളച്ചു വരുവാണെങ്കിൽ എന്നുള്ള ഒരു ഫീലിംഗിലായിരിക്കും പുള്ളിക്കാരി. ആക്ച്വലി ഞാനത് കണ്ടോണ്ടിരുന്നപ്പോ ഇങ്ങനെ ആലോചിച്ചത്, ആ അമ്മച്ചി ഇവരുടെ കൂടെ തന്നെ ജീവിച്ചിരുന്നെങ്കിൽ ഇവരുടെ ലൈഫ് ആക്ച്വലി ഇപ്പം ബീൻ ആന്റണി ആണെങ്കിലും വന്ന് ഇവരെ ഉപദ്രവിക്കത്തില്ലായിരുന്നു. ആ അമ്മച്ചിയെ പേടിച്ചിട്ടെങ്കിൽ അവരകത്തോട്ട് കയറത്തില്ലായിരുന്നു. അവർക്കൊരു സെക്യൂരിറ്റി ആയിരുന്നു ആ അമ്മച്ചി ആക്ച്വലി. ബീൻ ആന്റണിയുടെ മിസ്റ്റേക്ക് അതാണല്ലോ. പുള്ളിക്കാരി ഈ ജ്വല്ലറിയിൽ വെച്ചിട്ടേ പുള്ളിക്കാരിയുടെ തന്നെ കമ്മലിട്ടോണ്ടാ ഓടിയല്ലോ. ഞാൻ ആദ്യം ഒരു നിമിഷം അവിടെ ഇരുന്ന് കമ്മലിട്ടോണ്ടാണ് ഓടിയെന്നുള്ളൊരു പുള്ളിക്കാരി ഒരു രീതിയിലുള്ള എന്താ പറയുക റോങ് ഡൂയിങ്സ് ചെയ്യുന്നില്ല ത്രൂ ഔട്ട്. അവര് ഭയങ്കര ഡീസന്റ് ആയിട്ടാണ്. അല്ല അതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ഞാൻ മോഷണം അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കുക അങ്ങനത്തെ രീതിയിൽ ചെയ്യുന്നില്ല എന്നുള്ള രീതി. കൊച്ചനെ സ്കൂളിൽ ചേർക്കുന്ന മറ്റേ കുഞ്ഞിന്റെ പേര് വെച്ചിട്ടാ അല്ലേ? ആ മരിച്ചുപോയ കൊച്ചിന്റെ പേര് വെച്ചിട്ടാ. പിന്നെ മറ്റേ പുള്ളിക്കാരത്തിയുടെ ഐഡന്റിറ്റിയിലാണല്ലോ ജോലി എടുക്കുന്നത്. ശരി. പക്ഷെ അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ആരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ആരുടെയും മോഷ്ടിക്കുകയോ അങ്ങനെ അവര് പറയുന്ന കള്ളം കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ഉപദ്രവങ്ങളൊന്നും വരുന്നില്ലല്ലോ. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ശരി, ഐഡന്റിറ്റി തെഫ്റ്റ് ഉണ്ട്, ശരിയാണ്. ലീഗലി നോക്കുമ്പോൾ പ്രശ്നകരമായ കാര്യങ്ങളാണ്. പക്ഷെ അവര് മോറലി നോക്കുമ്പോൾ അതിപ്പം ഒരു മർഡർ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണല്ലോ. ഭർത്താവ് എത്ര ക്രൂരനായാലും അയാളെ കൊല്ലുന്നതെന്ന് പറയുന്നത് ലീഗലി ഒരു ഇഷ്യൂ ആണല്ലോ. ഇപ്പൊ ബീൻ ആന്റണി ഒരു റോങ് സ്ത്രീയാണ്. പക്ഷെ അവരെ കൊല്ലുക എന്ന് പറയുന്നത് മർഡർ ഇസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ബാഡ് തിങ്. പക്ഷെ അങ്ങനെ ഷംനാഥ് ഇച്ചിരി ഓവർലി റോങ് ആയിരുന്നു. ഷംനാഥിനെ ആദ്യം കണ്ടപ്പോഴേ ഞാൻ ഓർത്തായിരുന്നു ഇവര് പടി വാങ്ങിച്ച് കൂട്ടുമെന്നുള്ളത്. പ്രതീക്ഷ പോലെ തന്നെ എനിക്ക് ഷംനാഥിനെ കണ്ടപ്പോഴേ പെട്ടെന്ന് എനിക്ക്, പക്ഷെ അത് രണ്ട് ഡിഫറെന്റ് ടൈപ്പാണ്. കാര്യം സൂത്രധാരന്റെ അകത്ത് ബിന്ദു പണിക്കരുടെ ക്യാരക്ടർ പക്ഷെ അത് ഇതുമായിട്ട് ഷംനത്തായിട്ട് ഒരു ഇതൊന്നുമില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് അതാ. അപ്പം എന്താണ് കുറച്ച് കൊള്ളാം. പിന്നെ
പയ്യന്മാരുടെ അഭിനയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 2 പിള്ളേരും. അത് കാസ്റ്റിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനതാ പറയാൻ വിട്ടുപോയത്. ആ കൊച്ചൻ പെർഫെക്റ്റ് വളർന്ന് കാസ്റ്റിംഗ്. വലുതായി ഈ കൊച്ചൻ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും കേട്ടോ. ഭയങ്കര നല്ല കൺവിൻസിങ് കാസ്റ്റിംഗ് ആയിരുന്നു ആ രീതിയിൽ. എന്ന് പറഞ്ഞാൽ എനിക്ക് ആ കുഞ്ഞു ചെറുക്കൻ വളർന്ന് വലുതായി ഈ ചെറുക്കനായതാന്ന് പറഞ്ഞാൽ ഓക്കെ, അത് കൺവിൻസ് ചെയ്തു എന്നെ. നല്ലതായിരുന്നു. നൈസ്. കൊച്ചൻ കൊള്ളാം. അവൻ മറ്റേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സാറ്റ് കളിച്ചപ്പോ ഒരു ക്രീപ്പി വൈബൊക്കെ ഉണ്ടായിരുന്നു. ഗ്രഡ്ജിലെ മറ്റേ പ്രേതമായിട്ട് തോന്നി നിനക്ക്? ഗ്രഡ്ജ് ഞാൻ കണ്ടിട്ടില്ല, ഓ അതുകൊണ്ട് ഇല്ല, അതിനകത്തിലൊരു ജാപ്പനീസ് പ്രേതം എനിക്ക് ആ കൊച്ചുണ്ട്, ഇങ്ങനെ വെള്ള കാബൂളിവാല പൂശി. ഫോർ ഷാഡോ ഭയങ്കര അതാണ് ഈ ഇഷ്ടപ്പെട്ടായിരുന്നു. സ്കേറി ആ മൂവിക്കകത്ത് അവന്മാര് സ്കേറി മൂവിക്കകത്തില് അത് തന്നെ ഒസാക്ക മെമാസീച്ച് കുണുകുണുകുണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളിയാക്കുന്ന എനിക്ക് സാധനം. ഹീറോ ഹോണ്ട എന്നൊക്കെ പറയും, ജാപ്പനീസ് ആ, കമ്പനികളുടെ ഹോണ്ട, പേരൊക്കെ പറയും. കവാസാക്കി, നാഗസാക്കി, അത് തന്നെ ആ സാധനം. ടൊഷീബ. അതാണ് ടൊഷീബ ഗ്രഡ്ജിലെ എന്നൊക്കെ പ്രേതം. പറയുന്നത്. അതിന്റെ അകത്ത് നല്ല കുറെ ഗ്രഡ്ജ് ഉണ്ട് കേട്ടോ അതിന്റെ അകത്ത്. എല്ലാ ഗ്രഡ്ജിലും ആ പ്രേതമാണെന്ന് എനിക്കറിയത്തില്ല. ഏതോ ഒരു ഗ്രഡ്ജിനകത്തിൽ ആ ചെറുക്കനാണ് പ്രേതം. ചെറുക്കൻ ഒരു പ്രേതമാണ്. കാബൂളിവാലയെ ഫോർ ഷാഡോ ചെയ്ത ഒരു ബ്രില്യൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? അവന്റെ ഓവർസൈസ്ഡ് ഷർട്ടാണോ ഓ എന്താണ്? ആണോ? ഓക്കെ, അത് തന്നെ ആയിരുന്നല്ലേ. കന്നാസ് കടലാസിനെ ഓർമ്മപ്പെടുത്തുന്ന അതാണ്. കൊള്ളാം. പിന്നെ വേറെന്താണ്? ഓവറോൾ ഒരു എന്താ പറയുന്നത്, കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണേലും പലതരം ഇമോഷൻസ് നമ്മളിലൂടെ കടത്തിവിടുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ അമ്മയ്ക്കും മോനും വേണ്ടി നമ്മൾ റൂട്ട് ചെയ്യുന്ന പോലെയും. ഞാൻ ഈ വളർന്ന് വലുതായ ചെറുക്കൻ, ഈ ടീനേജ് പ്രായത്തിലുള്ള ചെറുക്കൻ ഉണ്ടല്ലോ, അമ്മയെ ജയിലിൽ കാണുമ്പോൾ ഉള്ള അവന്റെ എക്സ്പ്രഷൻ ക്ലോസപ്പ് ഷോട്ടിൽ കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, ഈ പിള്ളേരൊക്കെ എന്ത് വൃത്തിക്ക് അഭിനയിക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. എന്ന് പറഞ്ഞാൽ അവന്റെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയിരുന്നല്ലോ അത്. എനിക്ക് ആ ചെറുക്കനോട് അവൻ ഭയങ്കര ഹി ഡിഡ് എ വെരി ഗുഡ് ജോബ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മുടെ എന്താണ് പ്രായം മൂത്ത് തലയ്ക്ക് വരും തലമൂത്ത ആക്ടേഴ്സിന് പോലും ചിലപ്പം പല ഇൻഡസ്ട്രികളിലും ട്രെയിൻ ചെയ്ത് വരാനായിട്ട് എളുപ്പമായതുകൊണ്ടായിരിക്കും. അതെനിക്കറിഞ്ഞൂടാ. അതാണ് കാരണം ചില പ്രായം കൂടിയ ആക്ടേഴ്സ് കാണിക്കുന്ന ആക്ടിങ് കണ്ടുകഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ കരഞ്ഞു പോകും. അതുകൊണ്ട് എനിക്കറിയില്ല, അത് ചെറുക്കൻ കൊള്ളായിരുന്നു. ചെറുക്കന്മാരാണെങ്കിലും ചില സമയത്ത് നമ്മളെ കരയിപ്പിക്കാറുണ്ടല്ലോ. പൊറുവൻ ചില ക്യാരക്ടേഴ്സ് നമ്മളെ. തീർച്ചയായും. അല്ല, ഈ പിള്ളേർ രണ്ടുപേരും നല്ലതായിട്ട് ചെയ്തു എന്ന് ഞാൻ അന്നേരം ആലോചിച്ചു. കാരണം ഒരു കുഞ്ഞു പിള്ളേരാണ്, ഫസ്റ്റ് ടൈമേഴ്സ് ആണ് എന്നുള്ള നിലയിൽ പോലും അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ പിള്ളേർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണേലും മലയാള സിനിമയ്ക്ക് മറ്റൊരു നല്ലൊരു നടീനെ കൂടെ കിട്ടിയിട്ടുണ്ട് ഫർസാനയിലൂടെ. അതെ. പുള്ളിക്കാരിയുടെ ഫസ്റ്റ് ഫിലിം ആണത്, ഡെബ്യൂ ആണോ? പക്ഷെ അത് പറയത്തില്ല, നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നൈസ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ബാലൻ. അന്ന് OTT-യിലൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഒരു റീവാച്ച് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടാനുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. അത് കൊള്ളാം. ഈ പയ്യനിങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് നമ്മുടെ മില്ലിമീറ്ററിനെയൊക്കെ ഓർത്ത്. അതായത് ഏതെങ്കിലുമൊക്കെ ഒരു ക്ലാസ്സിലോട്ടങ്ങ് കയറി ചെന്നിട്ടായിരുന്നു പഠിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. സ്കൂൾ ചേഞ്ച്, യൂണിഫോം ചേഞ്ച്, സ്കൂൾ ചേഞ്ച്. അതെ. പക്ഷെ പറഞ്ഞാലേ ഇതാണ് കുറെ ഇങ്ങനത്തെ എനിക്ക് ഈ സബ് ടൈറ്റിൽ ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് വേറൊരു സ്ഥലത്ത് തോന്നിയ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് ഈ മറ്റേ ടൊവിനോയുടെ ക്യാരക്ടറിന്റെ അവിടെ വരുമ്പോ ഇടയ്ക്ക് ബംഗളൂരു എന്ത് ഭാഷയാണ് പറയുന്നത്, വേറെന്തോ ഒരു ഭാഷയുടെ തുളു ഭാഷയല്ലേ പറയുന്നത്? തുളു എന്നാണ് ഞങ്ങളുടെ സബ് ടൈറ്റിൽ ഇട്ടിരുന്നത്. എല്ലാം തുളു ആണോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ സബ് ടൈറ്റിൽ ഒരു ഏരിയയിൽ തുളു ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറയുമ്പോഴത്തേക്ക് അതെന്താണ് പറയുന്നതെന്നൊന്ന് അറിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ചില സമയത്ത് ഈ സബ് ടൈറ്റിൽ ഇല്ലായിരുന്നു. ഒരു സബ് ടൈറ്റിലും പപ്പാതിയൊക്കെ കാണത്തില്ലല്ലോ. ഇത് താഴെയായിരിക്കും വരുന്നത്. അത് പറഞ്ഞ പോലെ ഒരു വലിയ സെന്റൻസ് ആണെങ്കിൽ ആദ്യത്തെ 2 വരിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. അതായത് ഈ മേജർലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ഒരു ഫോറിൻ ലാംഗ്വേജിൽ ഒരു പടം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ്? ഞാൻ ഇന്നേ വരെ UK സബ് ടൈറ്റിൽ ഇല്ലാതെ ഒരു ഇന്ത്യൻ ഫിലിം ഞാൻ കണ്ടിട്ടില്ല.
മലയാളം, ഹിന്ദി, സബ്ടൈറ്റിൽ ഇംഗ്ലീഷ്, ഉണ്ടായിരുന്നു. തമിഴ്. ഇത് ഇവന്മാര് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ സൂം ചെയ്തത് കൊളാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ. അത് അങ്ങനെ ഒന്നും അത് നോക്കത്തൊന്നുമില്ല. എന്തോ ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ഒരു ഗതികേടിന് ഇവിടെയൊക്കെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതൊരു മൊണോപ്പൊളി ആയിട്ട് മാറിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലവും ഇല്ല പോയി കാണാനായിട്ട്. ഇങ്ങനെയൊക്കെ കാണാനേ പറ്റുള്ളൂ. അതാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. പണ്ടിങ്ങനെ ഞാൻ ഏതാണ്ട് ആരുടെയോ ആരായിരുന്നു എനിക്കൊന്ന് കാർത്തിക് സുബ്രാജ് റെട്രോ ഇറങ്ങിയ സമയത്താണോ അതോ അതിന് മുന്നത്തെ എന്തോ കാർത്തിക് സുബ്രാജിന്റെ ഏതോ ഒരു പടത്തിന്റെ സമയത്താണെന്ന് തോന്നുന്നു. പുള്ളിയാണെന്നാണ് എൻ്റെ ഓർമ്മ. മേ ബി വേറെ ആരെങ്കിലും ആയിരിക്കും. അതായത് തിയേറ്റർ വിസിറ്റ് നടത്തിയപ്പോഴത്തേക്ക് അവിടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞ് സൗണ്ടിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. കറക്റ്റ് പറഞ്ഞ് ശരിയാക്കിയിട്ടാണ് അത് കാണാൻ പറ്റിയത്. അപ്പം അത് പുള്ളി പറയുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നു. ഏതോ ഒരു ഡയറക്ടറാണ് പറഞ്ഞത്, എനിക്ക് ഓർമ്മയുണ്ട്. കാർത്തിക് സുബ്രാജ് ആണോന്ന് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. അതായത് നമ്മളൊരു ഔട്ട്പുട്ട് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ അതിൻ്റെ ഫുൾ എക്സ്റ്റെൻറ്റ് ഇതിൽ ആൾക്കാർക്ക് കണ്ട് ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു അതിനുള്ള തിയേറ്ററുകൾ നമുക്കില്ല. അതായത് ആ ഫുൾ ക്വാളിറ്റിയിൽ ആൾക്കാർക്ക് കൊടുക്കാനുള്ള അതൊരു അത് പറഞ്ഞപ്പോഴേ കങ്കുവ ഫുൾ എക്സ്റ്റെൻഡിലല്ലായിരുന്നു കണ്ടിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോയി. ട്രോമ വയ്യ എനിക്ക് ആലോചിക്കാൻ. എന്തുവായിരുന്നു അത്. ഞാൻ മരിക്കുന്നിടം വരെ മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് ഒരാഴ്ചത്തേക്ക് വയ്യായിരുന്നു. സൗണ്ട് കാരണം എന്റെ ഇയർ ഡ്രംസ് ഒക്കെ പൊട്ടിപ്പോയി. സ്വാഭാവികം. ചെവിയടിച്ച് പോകാതിരുന്നത് ഭാഗ്യമേ പറയാനുള്ളൂ. അതും ഞങ്ങൾക്കാണെങ്കിൽ തിരക്ക് കാരണം ആദ്യത്തെ 2ാമത്തെ ദിവസം കണ്ടത്. അപ്പൊ ഇതിന്റെ കീഴിൽ മൂട്ടിലും കണ്ട് തിന്നിരുന്ന കണ്ടത്. എന്റെ അമ്മോ കർത്താവേ ആലോചിക്കാൻ വയ്യ. തീർച്ചയായും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ബാലൻ എക്സ്പീരിയൻസസ്. മറ്റെന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ, ആഡ് ചെയ്യാനുണ്ടോ ബാലനെ കുറിച്ച്? കണ്ടിട്ടില്ലാത്തവർ പോയി തിയേറ്ററിൽ പോയി കാണുക എന്നതിലുപരി തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട ഒരു ഫിലിമാണെന്ന് ഞാനും പറയുന്നു. ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ് ഫിലിം. പിന്നെ എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ പോയി കാണുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം അതാണ്. പോയി കണ്ടത്. എനിക്ക് ഓവറോൾ ആൾക്കാർക്കൊരു പോസിറ്റീവ് ഇതുണ്ടെന്നുള്ളതല്ലാണ്ട് ട്രെയിലർ കണ്ടതിന്റെ പോലും കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയായിരുന്നു. അതിന്റെ ഒരർത്ഥത്തിലൊരു ബ്ലൈൻഡ് ഇതുപോയ പോയാണ് കണ്ടത്. ഒരു ഫ്രഷ് എക്സ്പീരിയൻസിലാണ് പോയി കണ്ടത്. അപ്പം അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതാണ് എനിക്കൊരു സംഭവം തോന്നി പറഞ്ഞാൽ KVN പ്രൊഡക്ഷൻ ഇസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനി ഇൻ ദ കൺട്രി റൈറ്റ് നൗ. അവർ ഈ പടം എടുക്കാൻ കാണിച്ച ഒരു മൈൻഡ് ഇസ് സംതിങ് ദാറ്റ് വി ഷുഡ് അപ്രിഷിയേറ്റ്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പം വെളിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കമ്പനീസ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് സൈൻ. ഇപ്പം കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞതല്ലേ, മേക്ക് ഗുഡ് ഫിലിംസ് ബട്ട് ചേഞ്ച് നത്തിങ്. അതായത് ഇവിടെ വന്ന് സിനിമ ചെയ്യുക, പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം മാറ്റരുത്. അത് പറഞ്ഞപ്പോഴത്തേക്കും ഹി റിയലി ലുക്ക്ഡ് ഇൻ ടു ദ സോൾ, നോട്ട് ഇൻ ടു ദ ക്യാമറ. അത് ശരിക്കും ആത്മാവിലേക്ക് നോക്കി പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഇപ്പം ഒടിയൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ധർമ്മ പ്രൊഡക്ഷൻസ് ആണല്ലോ. സോ ധർമ്മ പ്രൊഡക്ഷൻസ്, കരൺ ജോഹറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒടിയൻ. അപ്പം അഗൈൻ ഇറ്റ്സ് എ ഹാപ്പി ന്യൂസ് ദറ്റ് നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ്. ദറ്റ് സ്റ്റോറി നീഡ്സ് ടു ബി ടോൾഡ് ഇൻ എ വെരി in its most authentic rooted darkness. So പക്ഷേ കരൺ ജോഹറിലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഭീമമായ വിശ്വാസങ്ങളൊന്നും ഇല്ല. കരൺ ജോഹറും ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട്. ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം എന്താന്ന് വെച്ചാല് കരൺ ജോഹറാണ് കില്ല് പ്രൊഡ്യൂസ് ചെയ്ത പുള്ളിയാണ്. പിന്നെ ഈ ഇടയ്ക്ക് കാൻസ് ഫെസ്റ്റിവലിൽ പോയ നമ്മുടെ മറ്റേ ഷാഹിദ് കപൂറിന്റെ ബ്രദറിന്റെ സിനിമ ഉഗ്രം പടമായിരുന്നു. ഫാന്റാസ്റ്റിക് ഫിലിം ഇറ്റ് വാസ്. സോ കരൺ ജോഹറിനെ ഞാൻ അങ്ങനെ എഴുതി തള്ളത്തില്ല, ബിക്കോസ് പുള്ളി എല്ലാം ഫുള്ളായിട്ട് എഴുതി തള്ളുന്നില്ല. പക്ഷെ എങ്കിലും പുള്ളി എനിക്ക് അറിഞ്ഞൂടാ പുള്ളിയുടെ കാര്യത്തിൽ ഞാൻ അല്ല, ഇതിൽ പൃഥ്വിരാജും ഒരു പ്രൊഡക്ഷൻ പാർട്ട്ണർ ആണെന്നാണ്. അതെ, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഉണ്ട്. കാരണം പൃഥ്വിരാജിന്റെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഇവിടെ. ധർമ്മയായിട്ടുള്ള എന്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ആ കമ്മിറ്റ്മെന്റ് ഇതാക്കി മാറ്റി എന്നാണ് കേട്ടത്. സോ അത് രാഹുൽ സദാശിവൻ പറഞ്ഞപ്പോഴത്തേക്കും they are more than happy. രാഹുൽ സദാശിവനായിരുന്നു കമ്മിറ്റ്മെന്റ്. എന്നിട്ട് രാഹുൽ പൃഥ്വിരാജിനാണോ കമ്മിറ്റ്മെന്റ്? പൃഥ്വിരാജിനാണെന്ന് തോന്നുന്നു. രാഹുൽ സദാശിവനായിരുന്നു എന്നാണ്. അതായത് പൃഥ്വിരാജ് ഒടിയന്റെ കഥ കേട്ടപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു, ഇത് ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യാൻ
എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ അപ്പം ധർമ്മയായിട്ട് ഓൾറെഡി ഒരു ഇതുണ്ട്. അപ്പം അവർ ഡ്രോപ്പ് ചെയ്യുവാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് തന്നെ വരണം എന്ന് പുള്ളി പറഞ്ഞു. പക്ഷേ കരൺ ജോഹർ പറഞ്ഞു ഞങ്ങൾ എന്തിനാണ് ഇത് ഡ്രോപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവര് രണ്ടുപേരും എന്തായാലും ഇൻവോൾവ് ആണ്. പക്ഷെ എനിക്കറിയേണ്ടതുണ്ടല്ലോ, ഇത് ഏത് റൂട്ടാണ് ഈ ഒടിയൻ എടുക്കാൻ പോകുന്നതെന്നുള്ള അറിയണ്ടേ. നമ്മുടെ OG ഒടിയൻ മാണിക്യൻ എടുത്ത പോലെ ഇത് അവര് മാജിക് അല്ല, ഇല്യൂഷൻ ആണ്, ആ രീതിയിലാണോ പോകുന്നത്, അതോ ആക്ച്വലി സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സ് മിക്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആയിരിക്കും. കാരണം രാഹുൽ സദാശിവൻ wouldn't really miss the choice. ചിലപ്പോ പുള്ളി മാറ്റി പിടിച്ചാലോ ഒരു ബ്ലഫ്. That's what I feel. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ആയിരിക്കും കുറച്ചുകൂടെ നല്ല ഒരു ഡാർക്ക് ആ ഒരു ഇതില് നമ്മുടെ ബ്രഹ്മയുഗത്തിലെ ചാത്തനൊക്കെ പോലെ ഒരു ഒടിയന്മാരുടെ പുറകിൽ കുറച്ച് ഡാർക്ക് കഥകളൊക്കെ ഉണ്ടല്ലോ. മറ്റേ ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചു പോയി ഒടിയൻ കണ്ടതുകൊണ്ടാണ് നമ്മൾ അത്രയും ഭീമമായ അല്ല ആണ് കാര്യം. അത്ര ഹൈപ്പായിരുന്നു തേൻകുറിശിയുടെ മാണിക്കന്റെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടന്റെ ഒരു പ്രോമോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇറങ്ങിയ സമയത്ത്. പോരാത്തന്നെ ഈ ഇരിക്കുന്ന ചക്രവാണി എന്നോട് പറഞ്ഞത് അന്ന് ഒടിയന്റെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ്ട് ഒരു ഇതൊക്കെ കേട്ടായിരുന്നു, അതൊക്കെ വൻ സംഭവമാണ് എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. എന്തോ ഇൻസൈഡർ ഇൻഫർമേഷൻ പോലുള്ള ഒരു ഐറ്റം ഇൻഫർമേഷൻ കേട്ടായിരുന്നു. അപ്പൊ അതൊക്കെ പിന്നെ നമുക്ക് ഈ ഒരു എക്സ്പെക്ടേഷൻസ് ആണല്ലോ. അത് അയാള് പോയി കണ്ട അതൊന്നും ഇല്ലാതെ പോയി പറഞ്ഞ സംഭവം. അപ്പൊ അതുപോലെ ഒന്നും ആവില്ല എന്നുള്ളൊരു ഒരു എന്തോ ഒരു പ്രതീക്ഷ ഉണ്ട് എനിക്ക്. പക്ഷെ എനിക്ക് അറിയേണ്ട ഇതാണ്, ഈ ഇല്യൂഷനായിട്ട് ആ ഒരു രീതിയിൽ ഈ റിയലിസ്റ്റിക് ആയിട്ട് അങ്ങ് പിടിക്കുവോ, അതോ അതിന്റെ മാജിക്കൽ എലമെന്റ്സ് തന്നെ എടുക്കുവോ, പിന്നെ എന്തുമാത്രം ഒടിയന്മാരുടെ ഈ ഇപ്പൊ അവര് ട്രാൻസ്ഫോർമേഷൻ നടത്താനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഡാർക്ക് ആണല്ലോ അതിന്റെ പുറകിലുള്ള ഇതൊക്കെ. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ വെച്ച് നോക്കിയിട്ട് അപ്പൊ അതൊക്കെയാണ് ഇപ്പം മഞ്ജുവാറിൽ ഉള്ളതുകൊണ്ട് കഞ്ഞിയെടുക്കട്ടെ റെഫറൻസ് ഇല്ലെങ്കിൽ ഇറ്റ് വുഡന്റ് റിയലി കംപ്ലീറ്റ്. അതിന്റെ മീം പോകുന്നുണ്ടായിരുന്നല്ലോ, ലാലേട്ടൻ പൃഥ്വിരാജിനോട് പറയുന്നല്ലേ, തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും കഞ്ഞി എടുക്കട്ടെ സമ്മതിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അത് പുള്ളിക്കാരിക്ക് ഒരു റിഡംഷൻ ആവട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു. യെസ്. ഒന്നുമില്ലേലും കരൺ ജോഹർ ഇത് ഹിന്ദിയിൽ അക്ഷയ് കുമാറിനെ വെച്ചിട്ട് ഒടിയൻ കാ ഖിലാഡി ആക്കിയില്ല. ബേത്താൾന്നോ അങ്ങനെ എന്തെങ്കിലും. തീർച്ചയായും. ഇപ്പം നമ്മള് ബാലനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ബാലനെ കുറിച്ച്? ആക്ച്വലി ബാലൻ നിങ്ങൾ ആദ്യം പറഞ്ഞപ്പോഴേ, നിങ്ങൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ ആദ്യം മറ്റേ നമ്മുടെ OG ബാലൻ, അതായത് ഒറിജിനലി നമുക്കൊരു ബാലൻ ഉണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് സൗണ്ട് ഫിലിം, അതിനെ കുറിച്ചാണ് പറഞ്ഞതെന്നാണ് ഞാൻ ആദ്യം ഈ പടത്തിനെ കുറിച്ച് കേട്ടപ്പോഴേ, ഇതിന്റെ പോസ്റ്റർ ഏതാണ്ട് കണ്ടപ്പോ ഞാൻ ഓർത്തത് ആ ബാലന്റെ ഇപ്പോഴത്തെ ഒരു അതായത് നീല വെളിച്ചമൊക്കെ എടുത്ത പോലെ എടുക്കുവാണെന്ന്, മോഡേൺ ഇതില് അവര് എടുക്കുവാണെന്നുള്ള രീതിയിൽ അറിയത്തില്ല. നമുക്കൊരു ദിവസം കണ്ടു നോക്കാം, പ്രിന്റ് കിട്ടുമെന്ന് അറിയത്തില്ല. ഇറ്റ്സ് വെരി ഓൾഡ് ആക്ച്വലി. നമ്മുടെ 3ാമത്തെ പടമോ അങ്ങനെ എന്തോ ആണത് എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ അതിന് പ്രിന്റ് കിട്ടുമെന്ന് അറിയത്തില്ല. കിട്ടുകയാണെങ്കിൽ നമുക്ക് കണ്ടു നോക്കാം. കാരണം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പടം തപ്പി നടന്ന് എന്താ സിനിമ ആഴങ്ങളിലേക്ക് പോയിട്ട് പോലും കിട്ടിയില്ല. 2 പെൺകുട്ടികൾ ഇപ്പോഴും ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പെൺകുട്ടികളല്ലേ? ഓക്കെ, പെണ്ണുങ്ങളാണ്, 2 പെണ്ണുങ്ങൾ. നമ്മൾ കഴിഞ്ഞ ഇതിന്റെ അകത്തും കുറെ പെൺകുട്ടികൾ പക്ഷെ 2 പെണ്ണുങ്ങളാണ്. എന്താണേലും അപ്പം അപ്പൊ ബാലൻ അവിടെ നമ്മൾ 3 പേരും കണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫിലിമാണ്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇപ്പൊ തിയേറ്റേഴ്സിലുണ്ട്, നിങ്ങൾ പോയി കാണുക. ഇറ്റ്സ് ആക്ച്വലി വർത്ത് ദ വാച്ച്. പിന്നെ എന്താണ്, അമിത എക്സ്പെക്ടേഷൻസും കൊണ്ട് പോവാതിരുന്നു കഴിഞ്ഞാൽ, എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഡിസപ്പോയിൻമെന്റും ഇല്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങൾ ബാലൻ പോയി കാണുക, ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയുക, നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയുക. നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വളരെ വാല്യുബിൾ ആണ്. നിങ്ങൾ പറയുന്ന കമൻസ് എല്ലാം ഞങ്ങൾ റിപ്ലൈ ആയി തരുന്നതായിരിക്കും. ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി. സോ until we come again with another film, this is me, UDC Kumari, signing out with Mr. Digambaran and Chakravani. Bye. Bye. Goodbye.